ഹായ് ഓൾ, വെൽക്കം ടു എസ് വേൾഡ് അക്കാദമി ഫോർ HSA സ്റ്റഡീസ്. അപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ പാർട്ട് ബി മൊഡ്യൂൾ 6 ഇന്റർനാഷണൽ പൊളിറ്റിക്സും ഇന്റർനാഷണൽ ഓർഗനൈസേഷനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി ഫോറിൻ പോളിസി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫോറിൻ പോളിസി വിദേശ നയം അല്ലെ. വിദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ദേശമാണ് അല്ലെ. മറ്റൊരു ദേശവുമായുള്ള ഒരു രാജ്യത്തിന്റെ നയങ്ങളാണ് സിംപ്ലി വിദേശ നയം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഒരു അന്താരാഷ്ട്ര തലത്തില് രാഷ്ട്രത്തിന്റെ പെരുമാറ്റത്തെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് അതിന്റെ വിദേശ നയമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു രാഷ്ട്രത്തിന്റെ പെരുമാറ്റത്തെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് അതിന്റെ ഫോറിൻ പോളിസിയാണ്. ഓക്കെ, അപ്പൊ അത് അല്ലെ മറ്റു രാജ്യവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്നത്. ഒരു രാഷ്ട്രത്തിന്റെ ദേശീയ താല്പര്യം നേടുന്നതിനുള്ള നിരന്തരമായിട്ടുള്ള ഒരു വഴിയാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ദേശീയ താല്പര്യം അല്ലെ. ഓരോ രാജ്യത്തിനും ദേശീയ താല്പര്യമുണ്ട്. അപ്പൊ അത് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി കൂടിയാണ് ഈ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് അല്ലെ. കാരണം നമ്മളുടെ പ്രോഡക്റ്റിന് മുകളിൽ അമിതമായിട്ടുള്ള നികുതി ചുമത്തുന്ന രാജ്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അത് നമ്മളുടെ ദേശീയ താല്പര്യത്തിനെതിരാണ്. അപ്പോൾ നമ്മൾ ഫോറിൻ പോളിസി വിദേശ നയം വഴി അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ രാഷ്ട്രത്തിന്റെ ദേശീയ അധികാരമാണ് വിദേശ നയത്തിന്റെ അടിസ്ഥാനം. അപ്പൊ എന്താണ് ഓരോ രാഷ്ട്രത്തിന്റെയും ദേശീയ അധികാരം അല്ലെ, നാഷണൽ പവർ, അതാണ് വിദേശ നയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. കാരണം എന്താ, എന്തിനാണ് വിദേശ നയം? ഈ ലോകത്ത് മറ്റു ഒരുപാട് രാജ്യങ്ങളുണ്ട്. അതുമായി ഇടപഴക്കം സംഭവിക്കുന്ന സമയത്ത് അല്ലെ ഓരോ രാഷ്ട്രത്തിന്റെയും ദേശീയ അധികാരം പ്രധാനമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ വിദേശ നയത്തിന്റെ അടിസ്ഥാനം ദേശീയ അധികാരമാണ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് ആണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. വിദേശ നയത്തിലൂടെയാണ് രാഷ്ട്രം അതിന്റെ ദേശീയ അധികാരം പ്രയോഗിക്കുന്നത്. ഓക്കെ അല്ലെ, അതും നമ്മളിപ്പോ പറഞ്ഞു തന്നെയാണ്. ഈ ഓരോ രാഷ്ട്രത്തിന്റെയും ദേശീയ അധികാരം ഈ ഫോറിൻ പോളിസിയിലൂടെയാണ് നമ്മൾ അത് പ്രയോഗിക്കുന്നത്. ഇപ്പൊ രാഷ്ട്രങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളുടെ സ്വഭാവത്തെ വിശദമാക്കാൻ വിവിധ രാഷ്ട്രങ്ങളുടെ വിദേശ നയങ്ങളുടെ പഠനം മാത്രം മതിയാകും. അല്ലെങ്കിൽ നമ്മളുടെ ഓരോ രാജ്യവും തമ്മിലുള്ള ഇന്ത്യ പാകിസ്ഥാനിലെ ബന്ധം അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താ, സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിദേശ നയങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി, അല്ലെങ്കിൽ പഠിച്ചാൽ മതി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം വിദേശ നയം ഒന്ന് പഠിച്ചാൽ മതി. അപ്പൊ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം നമ്മുടെ വിദേശ നയം ആദ്യം നമ്മൾക്കൊരു പിന്നെ എന്താ പറയുക, പഞ്ചശീല തത്വങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചൈനയുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. പിന്നീട് എങ്ങനെയാണ് മാറിയത്, അത് മാറാനുള്ള കാരണം എന്തെല്ലാമാണ്, അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോറിൻ പോളിസികൾ ഇങ്ങനെ ഓരോ കാലഘട്ടത്തെയും പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൻ ശക്തികളുടെ വിദേശ നയങ്ങളുടെ പഠനം. കൂടാതെ നിലവിലെ അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല. ഏതൊക്കെയാണ് വൻ ശക്തികൾ എന്ന് പറയുന്നത്? അമേരിക്ക അല്ലെ, പിന്നെ എന്താ, റഷ്യ, പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ഫ്രാൻസ്, ജർമ്മനി പോലെയുള്ള രാജ്യങ്ങൾ. അപ്പൊ ഇവരുടെ വിദേശ നയങ്ങളുടെ പഠനം കൂടാതെ അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റൂല. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ രാജ്യങ്ങൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ അമേരിക്ക ഇന്ത്യയോട് പറയാണ് S-400 ട്രയംഫ് എന്ന് പറയുന്ന മിസൈൽ വേദ പ്രതിരോധ സംവിധാനം റഷ്യയിൽ നിന്നും നിങ്ങൾ വാങ്ങരുതെന്ന് പറയാണ്. അപ്പൊ അവരുടെ വിദേശ നയം അതാണ്. അപ്പൊ അത് പഠിച്ചാലാണ് എന്തുകൊണ്ടാണ് റഷ്യയിൽ നിന്നും വാങ്ങരുത് എന്ന് പറയുന്നതും, എങ്ങനെയാണ് റഷ്യയെ ഉപരോധിക്കാൻ ശ്രമിക്കുന്നത് അല്ലെ, എങ്ങനെയാണ് G7 കൺട്രിയിൽ നിന്ന് റഷ്യ പുറത്തു പോയത് അല്ലെ. അപ്പൊ അത് അവരുടെ വൻ ശക്തികളുടെ വിദേശ നയം, അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ സ്വഭാവം പഠിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇപ്പോ വിദേശ നയങ്ങൾക്കിടയിലെ സഹവർത്തിത്വത്തിന്റെ പ്രക്രിയയായിട്ടാണ് നിരവിധ പണ്ഡിതന്മാർ അന്താരാഷ്ട്ര രാഷ്ട്രതന്ത്രത്തെ വിവരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം പഠിച്ചു ഇന്റർനാഷണൽ പോളിറ്റിക്സ് അല്ലെ. അപ്പൊ അത് വിദേശ നയങ്ങൾക്കിടയിലെ സഹവർത്തിത്വത്തിന്റെ പ്രക്രിയയായിട്ടാണ് ഈ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് പോലും എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ നയമാണ്, അല്ലെങ്കിൽ വിദേശ നയ ഇന്റർനാഷണൽ പൊളിറ്റിക്സിന്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി കുറച്ച് നിർവചനങ്ങൾ നോക്കാം. ഫോറിൻ പോളിസിയുടെ മറ്റു രാഷ്ട്രങ്ങളുടെ പെരുമാറ്റങ്ങൾ മാറ്റുന്നതിനും അന്താരാഷ്ട്ര പരിസ്ഥിതിയിലേക്ക് അവരുടെ സ്വന്തം പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിനുമായി കമ്മ്യൂണിറ്റികൾ വികസിപ്പിച്ചെടുത്ത പ്രവർത്തന സംവിധാനമാണ് വിദേശ നയം എന്നറിയപ്പെടുന്നത്. വിദേശ നയം എന്ന് അഭിപ്രായപ്പെട്ടത് ജോർജ് മോഡലിസ്റ്റിയാണ് അല്ലെ. അപ്പോ ഇതൊരു മോഡലാണ്. എന്താണ് മോഡല്? മറ്റ് രാഷ്ട്രങ്ങളുടെ പെരുമാറ്റങ്ങൾ മാറ്റുന്നതിനും അന്താരാഷ്ട്ര പരിസ്ഥിതിയിലേക്ക് അവരുടെ സ്വന്തം പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിനുമായിട്ട് കമ്മ്യൂണിറ്റി, സമൂഹങ്ങൾ വികസിപ്പിച്ചെടുത്ത പ്രവർത്തന സംവിധാനമാണ് വിദേശ നയം. അപ്പൊ ഇതൊരു മോഡലാണെന്ന് ഓർത്തു വെക്കാൻ പറഞ്ഞതാണ്. മോഡലാണ്. എങ്ങനെയാണ് മോഡൽ ഓർത്തു വെക്കുക?
സ്വന്തം പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുക, അല്ലെ? അതൊരു മോഡലാണ്. അന്താരാഷ്ട്ര പരിസ്ഥിതിയിലേക്ക് സ്വന്തം പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്ന ഒരു മോഡലാണ്. അപ്പൊ ആ മോഡൽ എന്ന് പറയുമ്പോൾ മോഡൽസ്കി ആണ് ഇത് പറയുന്നതെന്ന് ഓർമ്മ വേണം. അപ്പൊ മറ്റുള്ളവരുടെ പെരുമാറ്റം മാറ്റവും വേണം. അതേപോലെ സ്വന്തം പ്രവർത്തനങ്ങൾ ഒരു അന്താരാഷ്ട്രം എന്ന് പറയുമ്പോൾ ഒരുപാട് രാഷ്ട്രങ്ങളുള്ള പരിസ്ഥിതിയിലേക്ക് മാറ്റവും വേണം. അതിന് സമൂഹം വികസിപ്പിച്ചെടുത്ത ഒരു സംവിധാനമാണ് വിദേശ നയം. അപ്പോൾ ജോർജ് മോഡൽ എന്ന് ഓർക്കുമ്പോൾ സ്വന്തം പ്രവർത്തനം ഒരു അന്താരാഷ്ട്ര പരിസ്ഥിതിയിലേക്ക് മാറ്റുക, മറ്റുള്ളവരുടെയും കൂടി മാറ്റുക, അതാണ് മോഡൽ. ഓർത്തു വെക്കാനാണ് ഈ മോഡൽ പറയുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ ഒരു നിർവചനം, ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുന്നതിനും രാഷ്ട്രങ്ങൾ സ്വീകരിക്കുന്ന തത്വങ്ങളുടെ ഒരു കൂട്ടമാണ് വിദേശ നയം എന്നാണ് സി റോഡെ എന്ന് പറയുന്നത്. റോഡ് എന്ന് പറയുന്നത് അല്ലെ, ഇത് പിന്നെ ഞാനൊരു കോഡ് ആദ്യം പറഞ്ഞുതരാം. റോഡ് എന്തിനാ? ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. ഒരു രാജ്യത്തിന് റോഡ് നിർബന്ധമാണ്. അപ്പൊ റോഡ് ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം റോഡ് എന്താ? മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുന്നതിന്, അല്ലെ? റോഡിന് പിന്നെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ പിന്നെ ഒരു വശം ചേർന്ന് വണ്ടി ഓടിക്കണം, ഇങ്ങോട്ട് വരുന്ന സമയത്ത് മറുവശം ചേർന്ന് വണ്ടി ഓടിക്കണം. അതാണ് മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ മാറ്റവും വരുത്തും റോഡ്. അപ്പൊ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ റോഡ് മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുന്നതിനും രാഷ്ട്രങ്ങൾ സ്വീകരിക്കുന്ന തത്വങ്ങളുടെ കൂട്ടമാണ് വിദേശ നയം. സി റോഡെ. അപ്പൊ റോഡ് എന്ന് ഓർത്തു വെച്ചാൽ തന്നെ ഇത് നമുക്ക് ഓർക്കും. എന്താണ്? ദേശീയ താല്പര്യമാണ് റോഡ്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ മാറ്റവും വരുത്തണം, അല്ലെ? ഇനി മൂന്നാമത്തെ, സുപ്രധാന താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സുപ്രധാന താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോ മറ്റു രാജ്യങ്ങളുമായി ചർച്ച നടത്തുമ്പോൾ ഒരു രാഷ്ട്രത്തിന്റെ പെരുമാറ്റ രീതി രൂപപ്പെടുത്തുന്ന ഒരു കൂട്ടം തത്വങ്ങളുടെ രൂപീകരണവും നടപ്പാക്കലും വിദേശ നയത്തിൽ ഉൾപ്പെടുന്നു. അപ്പോ ഒരു രാജ്യത്തിന്റെ സുപ്രധാന താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്, അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, മറ്റു രാജ്യങ്ങളുമായി ചർച്ച നടത്തുമ്പോൾ ആ രാഷ്ട്രത്തിന്റെ പെരുമാറ്റ രീതി രൂപപ്പെടുത്തുന്ന ഒരു കൂട്ടം തത്വങ്ങളുടെ രൂപീകരണവും നടപ്പാക്കലുമാണ് വിദേശ നയത്തിൽ ഉൾപ്പെടുന്നത്. ഇപ്പൊ ഇന്ത്യ എന്ന രാജ്യം എക്സാമ്പിൾ ആയിട്ട് കഴിഞ്ഞാല് നമ്മൾക്ക് ഒരുപാട് താല്പര്യങ്ങൾ ഉണ്ടാവും, ദേശീയ താല്പര്യങ്ങൾ. അപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റു രാജ്യങ്ങളായി ചർച്ച നടത്തേണ്ടതുണ്ട്, അല്ലെ? അപ്പൊ ആ ചർച്ച നടത്തുമ്പോൾ നമ്മുടെ പെരുമാറ്റ രീതി, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പെരുമാറ്റ രീതി രൂപപ്പെടുത്തുന്ന കുറച്ച് തത്വങ്ങളുണ്ട്. അതിന്റെ രൂപീകരണവും നടപ്പാക്കലുമാണ് വിദേശ നയം. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ ഈസ് എ സോഷ്യലിസ്റ്റ് കൺട്രി. ഇപ്പൊ അമേരിക്കയെ പോലെയുള്ളൊരു ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ് കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു സോഷ്യലിസ്റ്റ് എലമെന്റ് ഉണ്ട്. അപ്പൊ അമേരിക്കയെ പോലെ കംപ്ലീറ്റ് ക്യാപിറ്റലിസ്റ്റ് എലമെന്റ് ഉള്ള ഒരു രാജ്യവുമായി സംസാരിക്കുമ്പോൾ അല്ലെ, നമ്മുടെ രാഷ്ട്രത്തിന്റെ പെരുമാറ്റ രീതി രൂപപ്പെടുത്തുന്ന ഒരു കൂട്ടം തത്വങ്ങളുടെ രൂപീകരണം എന്താ? സോഷ്യലിസ്റ്റ് തത്വങ്ങൾ. അപ്പൊ അത് നടപ്പാക്കുകയും ആവശ്യമാണ്. അപ്പൊ അതാണ് നമ്മളുടെ വിദേശ നയത്തിൽ ഉൾപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ രാഷ്ട്രത്തിന്റെ പെരുമാറ്റ രീതി രൂപപ്പെടുത്തുന്ന ഒരു കൂട്ടം തത്വങ്ങളുടെ രൂപീകരണവും നടപ്പാക്കലുമാണ് വിദേശ നയത്തിൽ ഉൾപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഈ മറ്റു പരമാധികാര രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രങ്ങൾ സ്വീകരിക്കുന്ന ദേശീയ നയത്തിന്റെ ഭാഗമാണ് വിദേശ നയം. ഇത് സിമ്പിൾ ആണ്. മറ്റു പരമാധികാര രാജ്യങ്ങൾ, അതായത് മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ രാഷ്ട്രങ്ങൾ സ്വീകരിക്കുന്ന ദേശീയ നയത്തിന്റെ ഭാഗമാണ് വിദേശ നയം. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സ്വീകരിക്കുന്നതാണ് വിദേശ നയം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു അതിന്റെ ഒരു മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ വ്യത്യസ്ത രീതിയിലുള്ള ഫോറിൻ പോളിസി എന്ന് പറഞ്ഞ അതിന്റെ വിശദീകരണങ്ങൾ നോക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുന്ന സമയത്ത് പല രീതിയിലൊക്കെ ചോദിക്കാം. അപ്പൊ നമ്മൾ പഠിച്ചു വെച്ച സ്റ്റേറ്റ്മെന്റ് ആവില്ല, ഒന്ന് കറക്കിയിട്ടാവും ചോദിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾക്ക് ഉത്തരത്തിലേക്ക് എത്താം. അതാണ് അതിന്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ഒരു ടോപ്പിക്, ഈ രാഷ്ട്രങ്ങളെല്ലാം അന്താരാഷ്ട്ര സംവിധാനത്തിന്റെ ഘടകങ്ങളാണ്. അപ്പോ ഈ രാഷ്ട്രങ്ങളെല്ലാം ഇത് അറിയാലോ, ഓരോ രാജ്യങ്ങളും അന്താരാഷ്ട്ര സംവിധാനത്തിന്റെ ഘടകങ്ങളാണ്. എല്ലാ രാഷ്ട്രങ്ങളുടെയും വിദേശ നയം 3 തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഏത് രാഷ്ട്രങ്ങളാവട്ടെ അതിന്റെ വിദേശ നയങ്ങൾ 3 തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ആ തത്വങ്ങൾ ഏതെല്ലാമാണ് നമ്മൾക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് രാജ്യത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കുന്ന തത്വങ്ങൾ. അത് ഇമ്പോർട്ടന്റ് ആണല്ലോ, അല്ലെ? പ്രിൻസിപ്പിൾ ഓഫ് സേഫ് ഗാർഡിങ് ദ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി. ഞാൻ അധികമായിട്ട് ഇതൊന്നും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, ഇതൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ രാജ്യത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി, അല്ലെ? നമ്മുടെ ടെറിട്ടറി സംരക്ഷിക്കേണ്ടത് നിർബന്ധമാണ്. അതിനനുസരിച്ചാണ് നമ്മൾ എന്തുണ്ടാക്കുക? ഫോറിൻ പോളിസി ഉണ്ടാക്കുക. അപ്പൊ അഖണ്ഡത സംരക്ഷിക്കുന്നതിനുള്ള തത്വം നിർണ്ണയിക്കുന്ന പരമാധികാരം വിദേശ നയത്തിന്റെ ദിശയെ നിർണ്ണയിക്കുന്നു. അപ്പൊ നമ്മുടെ ഓരോ രാജ്യത്തിന്റെയും ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി
സംരക്ഷിക്കുന്നതിനുള്ള തത്വം നിർണ്ണയിക്കുന്ന പരമാധികാരം വിദേശ നയത്തിന്റെ ദിശയെ നിർണ്ണയിക്കുന്നു. അപ്പൊ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ആണ് ഈ ഫോറിൻ പോളിസിയെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തതെന്നല്ല, ഇനി അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ. പൗരന്മാരുടെ സ്വത്ത് സംരക്ഷിക്കുകയും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് ഒരു രാഷ്ട്രത്തിന്റെ പ്രാഥമിക കടമയാണ്. അപ്പൊ എന്താ ഈ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മുടെ രാജ്യത്ത് പൗരന്മാരുടെ സ്വത്ത്, അവരുടെ താല്പര്യങ്ങൾ, അതാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. ഒരു രാഷ്ട്രത്തിന്റെ കടമയാണ്. അതിനനുസരിച്ചാണ് നമ്മളുടെ വിദേശ നയങ്ങൾ രൂപപ്പെടുത്തുക. നമ്മുടെ പൗരന്മാർ മറ്റു പല രാജ്യങ്ങളിലും ഉണ്ടാവും. അപ്പൊ അവരുടെ സംരക്ഷണം കൂടി ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ദേശീയ അതിർത്തികളുടെ സുരക്ഷ എന്ന ആശയവും ആവശ്യമെങ്കിൽ അന്യപ്രദേശങ്ങൾ കൈപ്പെടുത്തുക എന്നതും ഈ കടമയിൽ ഉൾപ്പെടുന്നു. അപ്പോ വിദേശ നയം ദേശീയ അതിർത്തികളുടെ സുരക്ഷ എന്ന ആശയം വരുന്നുണ്ട്. ആവശ്യമെങ്കിൽ അന്യപ്രദേശങ്ങൾ കൈവശപ്പെടുത്തുക എന്നതും ഈ കടമയിൽ ഉൾപ്പെടുന്നു. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ആവശ്യമെങ്കിൽ അന്യപ്രദേശങ്ങൾ കൈവശപ്പെടുത്തുക. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നത്? യുക്രൈൻ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമാവാൻ പോകുന്നു, അല്ലെങ്കിൽ നാറ്റോയിൽ അംഗത്വം എടുക്കുന്നു എന്ന ഒരു പ്രശ്നം വന്ന സമയത്ത് റഷ്യക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം, റഷ്യക്ക് വിരുദ്ധമായി ഉണ്ടായിട്ടുള്ള ഒരു സൈനിക കൂട്ടായ്മയാണ് നാറ്റോ എന്ന് പറയുന്നത്. അപ്പൊ ഈ നാറ്റോയുടെ ഭാഗമായി കഴിഞ്ഞാൽ, നാറ്റോയുടെ പ്രത്യേകത, ആരെങ്കിലും ഒരു നാറ്റോ രാജ്യത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള ആക്രമണം ആയിട്ട് കണക്കാക്കിയിട്ട് എല്ലാവരും കൂടി ആക്രമിച്ച രാജ്യത്തോട് യുദ്ധം ചെയ്യും. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടായ്മയാണ്. അപ്പൊ യുക്രൈൻ ഈ നാറ്റോയുടെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് തങ്ങളുടെ രാജ്യത്തിന്, അല്ലെങ്കിൽ ഈ ഭൂപ്രദേശത്തിന്റെ അതിർത്തിക്ക് എല്ലാം ഒരു പ്രശ്നമാണ് എന്ന് കണ്ടിട്ടാണ് യുക്രൈൻ അങ്ങോട്ട് കൈവശപ്പെടുത്തിയാലോ എന്ന് റഷ്യ ആലോചിച്ചത്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്. എന്തായാലും ഈ അന്യ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തുക എന്നതും പല സമയത്തും ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ സ്വന്തം പ്രദേശത്തിന്റെ സംരക്ഷണം ലക്ഷ്യമിട്ട്, പിന്നെ എന്തുകൊണ്ട് രാജ്യങ്ങൾ അല്ലെ ഒരു അതിർത്തി എല്ലാം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തം പ്രദേശത്തിന്റെ സംരക്ഷണം ലക്ഷ്യമിട്ട് രാഷ്ട്രങ്ങൾ സ്റ്റാറ്റസ് കോ എന്ന നയം പിന്തുടരുന്നു. അതായത് ഇപ്പൊ നിലവിലുള്ള അതിർത്തികളെല്ലാം അതേപോലെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സംവിധാനമാണ് സ്റ്റാറ്റസ് കോ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇതിനൊരു കൂടുതൽ വ്യക്തമാക്കുകയാണെന്നുണ്ടെങ്കിൽ, ചൈന പറയുന്നു അരുണാചൽ പ്രദേശ് അവരുടെ രാജ്യത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അരുണാചൽ പ്രദേശ് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ് എന്ന് നമ്മൾക്കറിയാം. പക്ഷെ ചൈന പറയുന്നുണ്ട് അത് അവരുടേതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ പറയുന്നേ ഉള്ളൂ, അത് നമ്മളിരുന്ന് പിടിച്ചുകൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നില്ല. അതാണ് സ്റ്റാറ്റസ് കോ. നിലവിലെ അതിർത്തി അതേപോലെ സംരക്ഷിക്കുന്നു. അപ്പൊ നമ്മളുടെ കാശ്മീരിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, കാശ്മീരിന്റെ ഒരു ഭാഗം അക്സായി ചിൻ എന്ന് പറയുന്ന ഭാഗം ചൈന കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നു നമ്മളുടെ മാപ്പിലെല്ലാം തന്നെ അക്സായി ചിൻ നമ്മളുടെ മാപ്പിന്റെ ഭാഗമാണ്, രാജ്യത്തിന്റെ ഭാഗമാണ്. പക്ഷെ നമ്മൾ അത് പോയി ആക്രമിക്കുന്നില്ല. കാരണം എന്താ? സ്റ്റാറ്റസ് കോ എന്ന് പറയുന്ന നയം പിന്തുടരുന്നു. ഓക്കെ ആണല്ലോ? ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. രാഷ്ട്രത്തിനകത്തോ പുറത്തോ പൗരന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നയത്തെ അന്തസ്സിന്റെ നയം എന്നുകൂടി വിളിക്കുന്നു. ഓക്കെ, ഒന്നും വലിയ കാര്യമൊന്നുമില്ല. രാഷ്ട്രത്തിനകത്തോ പുറത്തോ പൗരന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതും ഈ രാഷ്ട്രത്തിന്റെ ഭാഗമാണ്. ആ ഒരു ഫോറിൻ പോളിസി ഇമ്പോർട്ടന്റ് ആണ്. അതാണ് അന്തസ്സിന്റെ നയം എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തത് ഫോറിൻ പോളിസിയെ സ്വാധീനിക്കുന്ന ബാർഗെയിനിങ് തിയറി ഓഫ് വിലപേശലിന്റെ സിദ്ധാന്തമാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ രാഷ്ട്രങ്ങളുടെ പരസ്പര ആശ്രയത്വം ഒരു പ്രധാന പ്രതിഭാസമാണ്. അല്ലെ, എല്ലാ രാഷ്ട്രങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അല്ലെ, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആശ്രയിച്ച് ജീവിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ ഇന്ത്യയും ചൈനയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചൈന നമ്മളെ സ്ട്രിങ് ഓഫ് പേൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഇങ്ങനെ വലിഞ്ഞ് മുറുകുന്ന കാഴ്ച നമ്മൾക്ക് കാണാൻ പറ്റും. എന്നാൽ പോലും നമ്മൾക്ക് ചൈനയുമായിട്ട് കച്ചവട ബന്ധങ്ങളുണ്ട്. അതാണ് പരസ്പര ആശ്രയത്വം എന്ന് പറയുന്നത്. ഓക്കെ, മെയ്ഡ് ഇൻ ചൈന, നിങ്ങൾ മൊബൈൽ ഫോണൊക്കെ എടുത്ത് നോക്കിയാൽ മതി. എല്ലാ മൊബൈൽ ഫോണിലും അതിൻ്റെ എടുത്ത് നോക്കുന്ന സമയത്ത് മെയ്ഡ് ഇൻ ചൈന എന്ന് കാണാൻ പറ്റും. അപ്പോ വലുതോ ചെറുതോ ആയ എല്ലാ രാഷ്ട്രങ്ങളും ഒന്നോ അതിലധികമോ കാരണങ്ങളാൽ പരസ്പരം ആശ്രയിക്കുന്നു. മനുഷ്യന്മാരെ പോലെ തന്നെയാണ് അല്ലെ? പരസ്പരം ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? നിങ്ങൾക്ക് തോന്നും ജീവിക്കാന്നൊക്കെ, ചോരത്തിളപ്പുണ്ട്. പക്ഷെ നമുക്ക് ഭക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കടയിൽ പോകണം. ആ കടക്കാരൻ അവിടെ കട വെച്ചുകൊണ്ടാണ് ആ കടയിൽ ആ ഭക്ഷണം കിട്ടുന്നത്. ആ ഭക്ഷണം കടയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടിക്കാരൻ, അതായത് ഒരു ലോറി ജീപ്പ് ഡ്രൈവർ ആവശ്യമാണ്. ആ ജീപ്പുകാരൻ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ആ സാധനങ്ങൾ ആ കടയിലേക്ക് കൊണ്ടുവരുന്നത്. ആ ജീപ്പുകാരന് ലോറിക്കാരന് സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഗോഡൌൺ വേണം. ഗോഡൌൺ അവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അത് കിട്ടുന്നത്. ഗോഡൌണിലേക്ക് ഭക്ഷണം വരണമെന്നുണ്ടെങ്കിൽ ഒരു കർഷകൻ മണ്ണിൽ പണിയെടുക്കണം. അതേപോലെ തന്നെ മനുഷ്യരുടെ തമ്മിലുള്ള ആശ്രയത്വം പോലെ തന്നെ രാഷ്ട്രങ്ങളും തമ്മിൽ ആശ്രയിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത് സംഘർഷത്തിനോ സഹകരണത്തിനോ കാരണം, സഹകരണം ഓൾറെഡി ഉണ്ട്.
ചിലപ്പോൾ ഇത് സംഘർഷത്തിനും കാരണമാവാം. അതിനാൽ അന്താരാഷ്ട്ര സഹകരണം തകരാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ രാജ്യങ്ങൾക്കിടയിൽ സമ്മർദ്ദം ഉണ്ടാവുന്നു. അപ്പൊ എന്താ, അപ്പൊ ഈ സംഘർഷം ഒന്നും ഉണ്ടാവാതെ തകരാതെ ഇല്ല സ്റ്റാറ്റസ് കോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പിന്നെ സാഹചര്യം സൃഷ്ടിക്കാൻ രാജ്യങ്ങൾക്കിടയിൽ സമ്മർദ്ദം ഉണ്ടാവുന്നു. ഇതിനാണ് വിദേശ നയം പലപ്പോഴും അത്തരം ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നത് വിലപേശൽ നയത്തിലൂടെയാണ്. പരസ്പരം ചർച്ച ചെയ്തിട്ട് വിദേശ നയത്തിലൂടെ ഫോറിൻ പോളിസിയിലൂടെ പരസ്പരം ചർച്ച ചെയ്തിട്ടും വിലപേശിയിട്ടും ബാർഗെയിൻ ചെയ്തിട്ടും ഒക്കെയാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. അപ്പൊ സ്വാധീനിക്കുന്ന ഘടകമാണ് കേട്ടോ ബാർഗെയിനിങ്. വിദേശ നയം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗെയിൻ ചെയ്യുന്ന ആ ഒരു സംഭവം സ്വാധീനിക്കപ്പെടുന്നുണ്ട് വിദേശ നയത്തെ. മൂന്നാമത്തത് ദേശീയ താല്പര്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സിദ്ധാന്തം, അല്ലെ? ദേശീയ താല്പര്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സിദ്ധാന്തം. തങ്ങളുടെ വിദേശ നയങ്ങളിലെ ദേശീയ താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് എല്ലാ പരമാധികാര രാജ്യങ്ങളുടെയും പവിത്രമായിട്ടുള്ള കടമയാണ്. ഭൂപ്രദേശത്തിന്റെയും സമയത്തിന്റെയും കാലത്തിന്റെയും എല്ലാം വ്യത്യാസത്തിൽ രാഷ്ട്രങ്ങളുടെ താല്പര്യം പലപ്പോഴും എപ്പോഴും വ്യത്യാസങ്ങളാകാം. ഓക്കെ, അപ്പൊ ദേശീയ താല്പര്യം ഫോറിൻ പോളിസിയെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ദേശീയ താല്പര്യം എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പോൾ ദേശീയ താല്പര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇസ്രായേലിനെ ഒരു രാജ്യം എന്ന് പറഞ്ഞപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഒറ്റക്കെട്ടായിട്ട് ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ശക്തമായി വാദിക്കുന്നുണ്ട്. കാരണം എന്താ, അവരെല്ലാ രാജ്യങ്ങളുടെയും ഐക്യത്തെയും അഖണ്ഡതയൊന്നും പിന്നെ എന്താ പറയാ വില കൊടുക്കാതെ അവിടെ എല്ലാം തന്നെ ബോംബിടുകയും ആക്രമണം നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഇപ്പോ അംഗീകരിക്കാൻ പറ്റൂല എന്നുള്ള രീതിയിലേക്ക് ലോകം വരുന്നു. പക്ഷെ ഇന്ത്യ പോലെയുള്ള രാജ്യം നോക്കൂ, നമ്മുടെ പ്രധാനമന്ത്രി ലോകവേദികളിൽ പോകുന്ന സമയത്ത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നുണ്ട്. അതെന്താ, നമ്മളുടെ ഒരു നയം, അല്ലെ? അതാണ് നമ്മളുടെ ഒരു ദേശീയ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ഉണ്ടാക്കുക, ബാക്കിയുള്ളവരെ പിടിച്ചെടുക്കുക എന്നുള്ളതല്ല. നമ്മുടെ രാജ്യത്ത് സമാധാനത്തോടു കൂടിയൊരു അന്തരീക്ഷം ഉണ്ടാകുക എന്നുള്ളതാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നമ്മളൊരു ഡെവലപ്പിംഗ് രാജ്യമാണ്. നമ്മുടെ ജനാധിപത്യവും പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല. നമ്മളെ പോലുള്ള തലമുറ കൂടുതൽ കൂടുതൽ ജനാധിപത്യ ബോധം ഉണ്ടാകുമ്പോൾ മാത്രമേ രാജ്യം അതിന്റെ പൂർണ്ണമായിട്ടുള്ള എല്ലാവർക്കും ഒരു പിന്നെ അവകാശങ്ങളൊക്കെ കിട്ടുന്ന ഒരു രാജ്യമായിട്ട് മാറുകയുള്ളൂ. ഓക്കെ, അപ്പം എന്നാൽ പൗരന്മാരുടെ സ്വയം സംരക്ഷണം, സുരക്ഷാ, ക്ഷേമം തുടങ്ങിയ പൊതു താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിദേശ നയം പൊതുവെ രൂപപ്പെടുന്നത്. പൊതുവെ അപ്പോൾ പൗരന്മാരുടെ സ്വയം സംരക്ഷണം സ്വാഭാവികമാണ്, വിദേശ നയം അതിനനുസരിച്ചാണ് രൂപപ്പെടുക. അവരുടെ സുരക്ഷ, ഗൾഫിലൊക്കെ ഒരുപാട് ഇന്ത്യക്കാരുണ്ട്, ക്ഷേമം തുടങ്ങിയ പൊതു താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലും നമ്മുടെ വിദേശ നയം പൊതുവെ രൂപപ്പെടുന്നത് മനസ്സിലാക്കുക. രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ബ്രിട്ടന്റെ വിദേശ നയം അധികാരത്തിന്റെ സന്തുലിതാവസ്ഥ, സമുദ്രങ്ങളിലെ മേൽക്കോയ്മ, സാമ്രാജ്യത്തിന്റെ വിപുലീകരണം എന്നീ തത്വങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു. നയത്തിന്റെ ഈ വശങ്ങൾ ഭൂമിശാസ്ത്രത്തിന്റെ സ്വാഭാവിക അനന്തരഫലമായിരുന്നു. കേട്ടിട്ട് ഞെട്ടൊന്നും വേണ്ട. ഭൂമിശാസ്ത്രത്തിന്റെ സ്വാഭാവിക അനന്തരഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടൻ ലോകത്ത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്നു. ആഫ്രിക്കയിലും ഏഷ്യയിലും എല്ലാ പ്രദേശങ്ങളിലും അവർക്ക് കോളനികൾ ഉണ്ടായിരുന്നു. അതാണ് ഭൂമിശാസ്ത്രത്തിന്റെ അനന്തരഫലം എന്ന് പറയുന്നത്. കാരണം എന്താ, അവർക്ക് അവരുടെ സാമ്രാജ്യം ഓരോ പ്രദേശത്തും വിപുലീകരിക്കണം. അപ്പൊ അവർക്ക് സമുദ്രങ്ങളിലെ മേൽക്കോയ്മ വേണം. മറ്റു യൂറോപ്യൻ പവറുകളുമായിട്ട് അധികാരത്തിന് ഒരു സന്തുലിതാവസ്ഥ വേണം. അപ്പൊ ഈ കാര്യങ്ങളാണ് പണ്ട് ബ്രിട്ടനെ രണ്ടാം ലോക മഹായുദ്ധത്തിനൊക്കെ മുമ്പ് ബ്രിട്ടന്റെ വിദേശ നയത്തെ സ്വാധീനിച്ചിരുന്നത്, അല്ലെ? സമുദ്രത്തിൽ മേൽക്കോയ്മ വേണം, സാമ്രാജ്യത്തിന്റെ വിപുലീകരണം വേണം. ഓക്കെ, അപ്പോ അത് അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇനി വിദേശ നയത്തിന്റെ പ്രത്യേക നിർണായക ഘടകങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ചരിത്രപരവും ദേശീയപരവുമായിട്ടുള്ള മൂല്യങ്ങൾ, അല്ലെ? എന്തൊക്കെയാണ് വിദേശ നയത്തെ നിർണയിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? ഓക്കെ, ഒന്ന്, ചരിത്രപരവും ദേശീയപരവുമായിട്ടുള്ള മൂല്യങ്ങൾ. നേരത്തെ പറഞ്ഞതിന് കുറച്ചും കൂടി അഡീഷൻ ഒക്കെയാണ് ഇത് വരുന്നത്. ഒരു രാജ്യത്തിന്റെ ചരിത്രത്തെ അടിസ്ഥാനമാക്കിയാണ് വിദേശ നയം രൂപപ്പെടുന്നതും വ്യവസ്ഥാപിതമാക്കുന്നതും. ചരിത്രത്തിൽ നിന്ന് മാത്രം രാഷ്ട്രത്തിന് ഒരു ശൈലിയും സംസ്കാരവും പാരമ്പര്യമായി ലഭിക്കുന്നു. അപ്പോൾ അത് മറ്റു പരമാധികാര രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രം പിന്തുടരേണ്ട പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നു. ഒരു സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളുടെയും വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും രേഖയാണ് ചരിത്രം. ഈ വിജയങ്ങളും പരാജയങ്ങളും വിദേശ നയത്തിന്റെ ഗതിയെ നയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പൊ എന്താ വിദേശ നയത്തെ സ്വാധീനിക്കുന്നത്? ചരിത്രപരവും ദേശീയപരവുമായിട്ടുള്ള മൂല്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിനൊരു ഉദാഹരണം എന്താണെന്ന് അറിയുന്നത്, നമ്മള് നോൺ അലൈൻഡ് മൂവ്മെന്റ്, അല്ലെ? നമ്മുടെ ചരിത്രം ഒരുപാട് കാലഘട്ടം കോളനി വൽക്കരിക്കപ്പെട്ട രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ഈ സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ കീഴിൽ നമ്മൾ അണിനിരക്കാതെ, അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും കീഴിൽ അണിനിരക്കാതെ സ്വാതന്ത്ര്യത്തിന് ശേഷം ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപീകരിക്കാനുള്ള കാരണം അതിന്റെ ചരിത്രപരമായിട്ടുള്ള, അല്ലെ, നമ്മുടെ ഒരു പ്രത്യേകത സ്വാധീനിച്ചിട്ടുള്ള ഘടകങ്ങളാണ്.
നമ്മൾ ഒരുപാട് കാലം അടിമകളായിട്ടാണ് നിന്നിരുന്നത്. അപ്പൊ ഇനി അത് പറ്റില്ല. അപ്പൊ നമ്മൾ സ്വാധീനിച്ച ഒരു ഘടകമാണ്. ചില രാഷ്ട്രങ്ങൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് യുദ്ധം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പോയി യുദ്ധം ഉണ്ടാക്കുന്നില്ല. കാരണം എന്താ? നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളത് ബുദ്ധനും ജൈനനും മഹാത്മാഗാന്ധിയാണ്. അപ്പൊ നമ്മളെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാതെ നമ്മുടെ ന്യൂക്ലിയർ പോളിസി തന്നെ നോക്കും, നോ ഫസ്റ്റ് യൂസ് ആണ്. അതായത് ആദ്യം നമ്മൾ ഉപയോഗിക്കില്ല, എന്നാൽ നമ്മളെ ആരെങ്കിലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്കെതിരെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു ഉപയോഗിക്കും എന്നുള്ളതാണ് നമ്മളുടെ ഒരു പോളിസി വരുന്നത്. നമ്മളായിട്ട് എവിടെ ആരെയും ഭീഷണിപ്പെടുത്തുന്നില്ല, നമ്മൾ ആരെയും അത് ഉപയോഗിക്കാനും പോകുന്നില്ല. അപ്പൊ അതെന്താ? ഒരു അഹിംസയുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് അങ്ങനെയുള്ള ഒരു വിദേശ നയം നമ്മൾക്ക് രൂപീകരിക്കപ്പെട്ടു വന്നത്. അപ്പൊ ചരിത്രപരമായിട്ടുള്ള മൂല്യങ്ങൾ, ദേശീയപരമായിട്ടുള്ള മൂല്യങ്ങളൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് മനസ്സിലാക്കുക. നമ്മുടെ വിദേശ നയത്തെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ. രണ്ടാമത്തത് ഭൂപ്രദേശം. ഒരു രാഷ്ട്രത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും നിർണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഭൂമിശാസ്ത്രം. അതിനാൽ വിദേശ നയ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും ശക്തമായ ഘടകങ്ങളിൽ ഒന്നാണിത്. അപ്പോൾ ഒരു രാഷ്ട്രത്തിന്റെ ലക്ഷ്യങ്ങളും നിർണയിക്കുന്ന പ്രധാന ഘടകമാണ് ഭൂമിശാസ്ത്രം. അപ്പോൾ വിദേശ നയ രൂപീകരണത്തെ സ്വാധീനിക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങളുടെ വിദേശ നയ ലക്ഷ്യങ്ങളുടെ വിശകലനം ഭൂമിശാസ്ത്രത്തിന്റെ ശക്തമായ സ്വാധീനം വെളിപ്പെടുത്തുന്നത് കാണാം. അപ്പൊ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ഫോറിൻ പോളിസിയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. എങ്ങനെയാണ് ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബ്രഹ്മപുത്ര നദി ചൈനയിലൂടെയാണ് ഒഴുകി വരുന്നത്. ചൈന അവിടെ ഡാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന് ശക്തമായി നമ്മുടെ ഫോറിൻ പോളിസി, വിദേശ നയം അതിനെ എതിർക്കുന്നു. കാരണം എന്താണ്? അവിടെ ഡാം ഉണ്ടാക്കിയിട്ട് നമ്മൾക്ക് വെള്ളം വഴി തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലൂടെ ഒഴുകി പോകുന്ന പുത്ര നദിയിൽ വെള്ളം കിട്ടൂല. ഇനി അവര് ഡാം പെട്ടെന്ന് തുറന്നു വിട്ട് കഴിഞ്ഞാൽ നമ്മൾ വെള്ളപ്പൊക്കം നേരിടേണ്ടി വരും. അപ്പോൾ ഈ ഭൂമിശാസ്ത്രമായിട്ടുള്ള ഘടകം ഫോറിൻ പോളിസി നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി അതേപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പിന്നെ നമ്മൾക്ക് വലിയ രീതിയിൽ നമ്മുടെ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിർത്തി സംരക്ഷണം, മറ്റു കാര്യങ്ങളും ആവശ്യമില്ല. ചൈനയുമായിട്ട് നമ്മൾക്ക് ഉണ്ട്, അതല്ല. പക്ഷെ നേരിട്ട് ചൈനയുമായിട്ട് ഒരു കോൺഫ്രണ്ടേഷന്റെ മേഖലകൾ നമ്മൾക്കില്ല. അതിന്റെ ഒരു കാരണം നമ്മൾക്കിടയിലെ മൗണ്ട് എവറസ്റ്റ് പർവ്വതം ഇങ്ങനെ നിവർന്നു നിൽക്കുന്നത് കൊണ്ട് നമ്മൾക്ക് വിദേശ നയം അതിൽ വലിയ ഒരു പേടിപ്പെടുത്തേണ്ട ഒരു സാഹചര്യമില്ല. ഓക്കെ. അതില്ലായിരുന്നുവെങ്കിൽ പലപ്പോഴും ഇന്ത്യയും ചൈനയുമായിട്ടായിരിക്കും പാകിസ്ഥാനും പിന്നെ മറ്റു രാജ്യങ്ങളുമായുള്ളതിനേക്കാൾ കോൺഫ്രണ്ടേഷൻ ഉണ്ടാവുക. ഭൂമിശാസ്ത്രത്തിന്റെ സ്വാധീനമാണ്. ഇനി പബ്ലിക് ഒപ്പീനിയൻ ഉണ്ട് അല്ലെ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൊതുജനാധിപത്യ സ്ഥാപനങ്ങളുടെ രൂപീകരണം, വർദ്ധിച്ച ജീവിത നിലവാരം, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികൾ, വിദ്യാഭ്യാസത്തിന്റെ വിപുലീകരണം എന്നിവ ലോക പൊതുജന അഭിപ്രായത്തെ വിദേശ നയ രൂപീകരണത്തിൽ ഒരു പ്രധാന ഘടകമാക്കി മാറ്റി. ഒന്ന്, ജനാധിപത്യ സ്ഥാപനങ്ങളുടെ രൂപീകരണം. എന്താ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ രൂപീകരണം? രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്നും ഒരു എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, പാർലമെന്റ് എന്നുള്ള ജനാധിപത്യ സ്ഥാപനങ്ങൾ രൂപീകരിച്ചു. അപ്പൊ എന്തായി? അവകാശബോധം എല്ലാവർക്കും ഉണ്ടായി. പിന്നെ ജീവിത നിലവാരം കൂടി അല്ലെ? ആൾക്കാർക്ക് എനിക്ക് അവകാശം ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ, അവരുടെ അവകാശങ്ങൾ കിട്ടിയപ്പോൾ അവരുടെ ജീവിത നിലവാരം കൂടി. അപ്പൊ ഒന്നും രണ്ടും ലോക മഹായുദ്ധം ഉണ്ടായപ്പോൾ ഭയങ്കര കെടുതികൾ അനുഭവിച്ചു. അപ്പൊ യുദ്ധം പലപ്പോഴും ഒരു നരകതുല്യമായ ജീവിതം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് മനുഷ്യർ പഠിച്ചു. വിദ്യാഭ്യാസത്തിലൂടെ അവർ പഠിച്ചു. അപ്പൊ എന്ത് ചെയ്തു? പരസ്പരം യുദ്ധം ഉണ്ടാക്കുന്നതിനേക്കാൾ വിദേശ നയം, എങ്ങനെ സഹകരിച്ചു പോകാം എന്നതിന്റെ വിദേശ നയമാണ് നമ്മൾ വേണ്ടത് എന്ന് പൊതുജനങ്ങളുടെ അഭിപ്രായം ഉണ്ടായി. അതിനനുസരിച്ചാണ് നമ്മുടെ ഫോറിൻ പോളിസി പലതും മാറാൻ തുടങ്ങിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യൂറോപ്പിൽ 27 രാജ്യങ്ങൾ, 28 ഉണ്ടായിരുന്നു. ബ്രിട്ടൻ പോയി. അപ്പൊ 27 രാജ്യങ്ങൾ പരസ്പരം തമ്മിൽ പോരടിച്ചിരുന്ന രാജ്യങ്ങൾ ഇന്നൊരു യൂറോപ്യൻ യൂണിയൻ എന്നൊരു യൂണിയന് കീഴിൽ വളരെ ലോകത്ത് തന്നെ മാതൃകയാക്കാവുന്ന ഒരു സംഘടനയായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പൊ അത് ഒരു പൊതുജന അഭിപ്രായമാണ്. നമ്മൾ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരുമിച്ചിരിക്കുകയാണ് ഏറ്റവും നല്ലതെന്ന്. അപ്പൊ അവരുടെ പഴയകാല ചരിത്രങ്ങളെല്ലാം മറന്ന് ഒരുമിച്ച് മുന്നോട്ട് പോയി. അപ്പോ പൊതുജന അഭിപ്രായത്തിന് വിരുദ്ധമായ താല്പര്യങ്ങൾ പിന്തുടരാൻ രാഷ്ട്രങ്ങൾ ഒരിക്കലും ധൈര്യപ്പെടാറില്ല. വികസ്വര രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് വികസിത രാഷ്ട്രങ്ങളിലെ ഇതൊരു സുപ്രധാന ഘടകമാകാറുള്ളൂ. അപ്പോ പൊതുജന അഭിപ്രായത്തിന് വിരുദ്ധമായ താല്പര്യങ്ങൾ പിന്തുടരാൻ രാഷ്ട്രങ്ങൾ ഒരിക്കലും ധൈര്യപ്പെടാറില്ല. അതെന്താ? പൊതുജനാഭിപ്രായത്തിന്, ഉദാഹരണത്തിന് ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്ന സമയത്ത് അല്ലെ, അമേരിക്ക ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ഭാഗമായിട്ട് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടില്ല. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടത്തെ പോലെയല്ല. പണ്ടൊരു 70-80% ആൾക്കാർ ഇസ്രായേലിനെ പിന്തുണക്കുന്നുവെങ്കിൽ ഇന്ന് ഒരു 55-60-65% ആൾക്കാർ പലസ്തീൻ എന്ന രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ ഇസ്രായേൽ വിരുദ്ധമായിട്ടുള്ള
ഒരു സാഹചര്യം അമേരിക്കൻ ജനതയ്ക്കിടയിൽ വളർന്നു വരുന്ന ഒരു പൊതുജനാഭിപ്രായം വളർന്നു വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഭാഗമായിട്ട് ഒരു യുദ്ധത്തിന് പുറപ്പെടേണ്ട കാര്യമില്ല എന്ന ശക്തമായിട്ടുള്ള പൊതുജനാഭിപ്രായം അമേരിക്കയിൽ ഉള്ളത് കൊണ്ടുകൂടി ആവാം ഒരുപക്ഷെ അവർ യുദ്ധത്തിൽ നിന്നും പിന്നോട്ട് വാങ്ങാനുള്ള ഒരു കാരണം. അപ്പൊ വികസ്വര രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് വികസിത രാഷ്ട്രങ്ങളെ ഇത് ഒരു ഘടകമാകാറുള്ളൂ. അപ്പോ ഇത് വികസിത രാഷ്ട്രങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വികസ്വര അതായത് ഡെവലപ്പിംഗ് രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ പൊതുജനാഭിപ്രായത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല, ഏകപക്ഷീയമായിട്ട് തീരുമാനിക്കും. അപ്പൊ അങ്ങനെ ഒരു ഘടകങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് സ്വന്തമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ രാജ്യം ഒരു വികസ്വര രാജ്യമാണ്, നോട്ട് ഡെവലപ്ഡ് നേഷൻ. ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് നേഷൻ. ഓക്കെ, പിന്നീട് സ്വാധീനിക്കുന്നതാണ് നാഷണൽ കപ്പാസിറ്റി. ദേശീയ ഫോറിൻ പോളിസിയെ സ്വാധീനിക്കുന്നതാണ് നാഷണൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. എന്താ ദേശീയ ക്ഷമത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? രാഷ്ട്രത്തിന്റെ ക്ഷമത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈനിക തയ്യാറെടുപ്പും സാങ്കേതിക പുരോഗതിയുമാണ്. പുരോഗതിയും ആധുനിക ആശയവിനിമയ മാർഗങ്ങളിലുള്ള വളർച്ചയുമാണ് നാഷണൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ദേശീയ ക്ഷമത എന്ന് പറയുന്നത്. എന്താണ്? നല്ല സൈനിക ശക്തി ഉണ്ട്, അപ്പൊ എന്താ ആ രാഷ്ട്രത്തിന് പോയി ഒരു യുദ്ധമൊക്കെ ചെയ്യാൻ തോന്നും. അപ്പൊ ഫോറിൻ പോളിസി എന്താ? യുദ്ധം ചെയ്യാന്നുള്ളതാണ്. എന്നാൽ സൈനിക ശക്തി ഇല്ല, അപ്പൊ എന്ത് ചെയ്യും? ഫോറിൻ പോളിസി യുദ്ധം ചെയ്യണ്ട, അല്ലെ? സാങ്കേതികമായിട്ട് ഭയങ്കര പുരോഗതിയാണ്, അപ്പൊ എന്ത് ചെയ്യും? 5G മറ്റു രാഷ്ട്രത്തിന് വിൽക്കാം എന്നവർ തീരുമാനിക്കും. എന്താ? സാങ്കേതിക പുരോഗതിയാണ്. ഇപ്പൊ ചൈന നമുക്ക് 5G സാങ്കേതിക വിദ്യ വിൽക്കാം എന്നൊക്കെ പറഞ്ഞ രാജ്യമാണ്. ആധുനിക ആശയ വിനിമയ മാർഗങ്ങളിലേക്കുള്ള വളർച്ച, അല്ലെ? അപ്പൊ അതിനനുസരിച്ച് ആൾക്കാരുടെ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ ഫോറിൻ പോളിസി മാറും എന്നാണ് പറയുന്നത്. അപ്പൊ നാഷണൽ കപ്പാസിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല സൈന്യം ഉണ്ടെങ്കിൽ ഫോറിൻ പോളിസി മാറുന്നു. സാങ്കേതിക പുരോഗതിയും ആശയവിനിമയ മാർഗങ്ങളുടെ വളർച്ചയൊക്കെ ഫോറിൻ പോളിസി മാറുന്ന ഘടകങ്ങളാണ്, നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സാമ്പത്തിക വികസനവും പ്രബുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ സ്ഥാപനങ്ങളും ദേശീയ ശേഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റു ഘടകങ്ങൾ. ഒന്ന് സാമ്പത്തിക വികസനം. എന്താ? ഒരു യുദ്ധത്തിന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം സാമ്പത്തികമായി നമ്മൾ എണീറ്റ് നിൽക്കണം. അതുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ കുറച്ച് ദിവസം യുദ്ധം തുടങ്ങി വളരെ പെട്ടെന്ന് അവസാനിച്ചു. കാരണം എന്താ? യുദ്ധം രണ്ട് രാജ്യവും ഡെവലപ്പിംഗ് ആണ്, നഷ്ടം മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ സാമ്പത്തിക വികസനം ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് ദിവസമെങ്കിലും നിവർന്നു നിൽക്കാനുള്ളൊരു സാമ്പത്തിക വികസനം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ സാമ്പത്തിക വികസനം അനുസരിച്ച് ഫോറിൻ പോളിസി മാറും. പ്രബുദ്ധമായ രാഷ്ട്രീയ സ്ഥാപനങ്ങളും ദേശീയ ശേഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റു ഘടകങ്ങളാണ്. അതായത് എന്താ? ഇന്ത്യയിൽ ഒരു ജനാധിപത്യ രാജ്യം അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനം ഉണ്ട് എങ്കിൽ, ശക്തമാണ് ആ ജനാധിപത്യ സംവിധാനം എങ്കിൽ, നമ്മൾക്ക് തോന്നിയ പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല? മറ്റു രാഷ്ട്രങ്ങളുമായി യുദ്ധം നടത്താൻ പറ്റില്ല. ഇനി അതല്ല, നമ്മുടെ പിന്നിൽ നിന്ന് കുത്തും എങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അല്ലെ? ഇപ്പൊ ട്രംപ് ഇടയ്ക്കിടയ്ക്ക് ഇൻസൾട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഡയലോഗ് ഒക്കെ പറയാണ്. അപ്പൊ നമ്മുടെ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, ഇന്ത്യയുടെ പാർലമെന്റ് ഒക്കെ വളരെ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എടുക്കുന്ന തീരുമാനത്തിന് എന്ത് ചെയ്യും? അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും. ഓക്കെ, അപ്പൊ അത് നാഷണൽ കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. രാഷ്ട്രത്തിന്റെ വിദേശ നയം ദേശീയ ക്ഷമതയുമായി സന്തുലിതാവസ്ഥ കൈവരിക്കുന്നില്ലെങ്കിൽ അത് വിനാശകരമാണ്. അപ്പൊ ഈ വിദേശ നയം ദേശീയ ക്ഷമതയുമായി സന്തുലിതാവസ്ഥ കൈവരിക്കണം. അതായത് നല്ല സൈനിക ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ യുദ്ധം ചെയ്യാമെന്ന വിദേശ നയത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ അത് ആ രാജ്യത്തിന് തന്നെ വിനാശകരമാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇതിനൊരു ഉദാഹരണം, ഇസ്രായേൽ ഈ അടുത്ത് അവർ വിചാരിച്ചത് അയൺ ഡോം എന്ന് പറയുന്നത് ഇറ്റ്സ് പവർഫുൾ ആണ്, അമേരിക്ക ആർക്കും അതിനെ മറികടന്ന് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച് അവർ ഇറാനിൽ പോയിട്ട് എന്ത് ചെയ്തു? ആക്രമണം നടത്തി. അപ്പൊ ഇറാൻ തിരിച്ച് അവരുടെ ബാലിസ്റ്റിക് മിസൈൽ, ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ തിരിച്ചുപയോഗിച്ചപ്പോൾ അയൺ ഡോമിന് തടുക്കാൻ പറ്റിയില്ല. അപ്പൊ അത് എന്ത് ചെയ്തു? ഭയങ്കര വിനാശകരമായിട്ടുള്ള അവിടെ ഹൈഫ പവർ പ്ലാന്റും തുറമുഖങ്ങളും മറ്റു പല സംഭവങ്ങളും ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വളരെ പെട്ടെന്ന് അവർ യുദ്ധം നിർത്തി. അത് വിനാശകരമാണ് എന്ന് അവർ മനസ്സിലാക്കി. അപ്പൊ അവരുടെ കപ്പാസിറ്റി അവർ മനസ്സിലാക്കിയില്ല എന്നർത്ഥം. അപ്പൊ രണ്ടാം ലോക യുദ്ധാനന്തര കാലഘട്ടത്തിലെ അമേരിക്കൻ വിദേശ നയ മാറ്റം ഇതിനുദാഹരണമാണ്. ഇതിനുദാഹരണം ദേശീയ ക്ഷമത എങ്ങനെയാണ് നമ്മുടെ ഫോറിൻ പോളിസിയെ സ്വാധീനിക്കുക എന്നതിന്റെ ഉദാഹരണമാണ്. 1829 മുതൽ അമേരിക്കയുടെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസി ഓഫ് ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാതും മാറിക്കുക. അതായത് എന്നാൽ 20-ാം നൂറ്റാണ്ടിലെ സാമ്പത്തിക വളർച്ചയുടെ വമ്പിച്ച നിരക്ക് മൂലം പോളിസി ഓഫ് ഐസൊലേഷന് പകരം ഇടപെടൽ നയം പിന്തുടരാൻ അമേരിക്ക തീരുമാനിച്ചു. എന്താണ്? എല്ലാ രാഷ്ട്രങ്ങളിലും പോയിട്ട് ഇടപെടുക. അപ്പോൾ പോളിസി ഓഫ് ഐസൊലേഷൻ എന്ന് പറയുന്നത് പോളിസി ഓഫ് ഇന്റർഫെറൻസ്, അല്ലെ? എല്ലാവരും ഇടപെടുന്ന ഒരു നയമായിട്ട് മാറ്റി. അതെന്താ? നാഷണൽ കപ്പാസിറ്റി വളർന്നുകൊണ്ടാണ്. ഞങ്ങൾക്ക് കഴിയും, അല്ലെ? ഒന്നും രണ്ടും ലോകമഹായുദ്ധത്തില് യൂറോപ്പിലേക്ക് എല്ലാ സാധന സാമഗ്രികളും കയറ്റി അയച്ചു വളരെ സമ്പന്നമായിട്ടുള്ള രാഷ്ട്രമായിട്ട് മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു?
എല്ലാവർക്കും ഇല്ലേ, ഞങ്ങൾ ഭയങ്കര കരുത്തരാണ്, മിലിറ്ററി കരുത്തരാണ്. അപ്പൊ എന്ത് ചെയ്തു, ബാക്കിയുള്ളവർക്ക് ഇടപെടാൻ തുടങ്ങി. 1971 ശേഷം ഇന്ത്യയുടെ ദേശീയ ക്ഷമതയിലുള്ള വർധനവ് ഇന്ത്യയുടെ പരമ്പരാഗത നയമായ ചേരി ചേരാ നയത്തിൽ നിന്നും മാറി ചിന്തിപ്പിച്ചു. അപ്പൊ 71 വരെ ഇന്ത്യ ചേരി ചേരാ നയത്തിന്റെ ശക്തമായിട്ടുള്ള വക്താക്കളായിരുന്നു. പിന്നെ അല്ലെ, ഏത് ചേരിയിലും ഇല്ല, അമേരിക്കൻ ചേരിയിലും ഇല്ല, അതേപോലെ തന്നെ സോവിയറ്റ് യൂണിയന്റെ ചേരിയിലും ഇല്ല. എന്നാൽ 71 നമ്മൾ ബംഗ്ലാദേശിനെ, കിഴക്കൻ പാകിസ്ഥാനെ പിന്നെ കേറിയിട്ട് അവരിൽ നിന്നും പുതിയൊരു രാഷ്ട്രം, ബംഗ്ലാദേശ് എന്ന് പറയുന്ന പുതിയ രാഷ്ട്രം ഉണ്ടാക്കി മാറ്റി. അപ്പൊ അത് നമ്മളുടെ ആ പഴയ ചേരി ചേരാതിൽ നിന്നും മാറിയിട്ട് സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് മാറാൻ കാരണമായി. വാസ്തവത്തിൽ വിദേശ നയം ദേശീയ ക്ഷമതയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു രാഷ്ട്രത്തിന്റെ ക്ഷമത വർദ്ധിപ്പിക്കണമെങ്കിൽ അതിന്റെ വിദേശ നയത്തിൽ വലിയ മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ്. ഇനി ഇതല്ലാതെ ബാഹ്യ ഘടകങ്ങൾ അല്ലെ, അതും സ്വാധീനിക്കാം, നിർണയിക്കാം. ബാഹ്യ ഘടകങ്ങൾ വഴക്കമുള്ളതും കർക്കശവുമാണ്. രണ്ട് ഘടകമായിട്ട് തിരിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സംഘടനകളും രോഗജന അഭിപ്രായമാണ് വഴക്കമുള്ള ഘടകങ്ങളായിട്ട് പരിഗണിക്കുന്നത്. എന്താണ് അന്താരാഷ്ട്ര സംഘടനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആംനസ്റ്റി ഇന്റർനാഷണൽ, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, UNO. അപ്പൊ ഇവരൊക്കെ പിന്നെ അല്ലെ, അവരുടെ ഒരു സ്വാധീനം. അപ്പൊ അവരിങ്ങനെ പറയാണ്, ഈ ചില രാജ്യങ്ങൾ വളരെ വാർ ക്രിമിനൽ, യുദ്ധക്കുറ്റം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് ആ രാജ്യങ്ങളുമായിട്ടുള്ള മറ്റു രാജ്യങ്ങളുടെ ഫോറിൻ പോളിസി തീരുമാനിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള ഘടകങ്ങൾ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ റീസെന്റ് ഫ്രാൻസ് അന്താരാഷ്ട്ര സംഘടനകളും ലോകജനാഭിപ്രായം എന്താ പറയുന്നത്, ഈ ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ രണ്ട് രാഷ്ട്രങ്ങൾ അവിടെ രൂപീകരിക്കണം. പക്ഷെ ഫലസ്തീനെ ആരും അംഗീകരിക്കുന്നില്ല. അതിന്റെ ഒരു സംസാരത്തിലുണ്ട്, പക്ഷെ ഒരു ആക്ഷൻ ആരും എടുക്കുന്നില്ല. അപ്പൊ ഫ്രാൻസ് എന്ത് ചെയ്തു, ഫലസ്തീൻ എന്ന രാജ്യവുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അതിന് അംഗീകാരം കൊടുക്കണം എന്നൊക്കെയുള്ള രീതിയിലാണ് ഫ്രാൻസ് മുന്നോട്ട് പോകുന്നത്. അതാണ് ലോകജനാഭിപ്രായം. പിന്നെ അല്ലെ, നമ്മുടെ ഓരോ രാജ്യത്തിന്റെയും ഫോറിൻ പോളിസിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ഇനി അന്താരാഷ്ട്ര സംഘടനകൾ അന്താരാഷ്ട്ര നിയമം, ഉടമ്പടികൾ എന്നിവ അന്താരാഷ്ട്ര അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനാൽ ഇവ പരിവർത്തനാത്മക ഘടകങ്ങളാണ്. ഈ അന്തരീക്ഷം ലോക പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്നു. അപ്പോ ഈ നമ്മൾ ആദ്യം പറഞ്ഞ ഈ വഴക്കമുള്ള എന്ന് പറയുന്ന ബാഹ്യ ഘടകങ്ങൾ, അന്താരാഷ്ട്ര സംഘടനകൾ അല്ലെ, അന്താരാഷ്ട്ര നിയമം, ഉടമ്പടികൾ എന്നിവ അന്താരാഷ്ട്ര അന്തരീക്ഷം, ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനാൽ ഇവ പരിവർത്തനാത്മക ഘടകങ്ങൾ എന്നും പറയുന്നുണ്ട്. ഈ അന്തരീക്ഷം ലോക പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്നു. അപ്പോൾ ഈ സംഘടനകളുടെ അന്താരാഷ്ട്ര നിയമങ്ങൾ, ഉടമ്പടികൾ ഇതൊക്കെ നിരന്തരം തെറ്റിക്കുന്നതുകൊണ്ടാണ് ഈ ഇസ്രായേലിന് അനുകൂലമായിരുന്ന ലോക വ്യവസ്ഥ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും എല്ലാം തന്നെ പൊതുജന സർവേ എടുത്ത് നോക്കുന്ന സമയത്ത് പലസ്തീൻ അനുകൂലമായിട്ട് വരാനുള്ള കാരണം ഈ അന്താരാഷ്ട്ര സംഘടനകളുടെ നിരന്തരമായിട്ടുള്ള റിപ്പോർട്ടുകൾ, നിയമങ്ങളെ നിരന്തരമായിട്ട് ഇസ്രായേൽ ലംഘിക്കുന്നത്, ഉടമ്പടികൾ ലംഘിക്കുന്നതൊക്കെ കാരണമാണ്. നേരെ തിരിച്ച് ഈ ഒരു അല്ലെ ജനാഭിപ്രായം വരാൻ കാരണം ഈ പൊതുജനാഭിപ്രായമാണ് പലപ്പോഴും രാജ്യങ്ങളുടെ ഫോറിൻ പോളിസിയെ സ്വാധീനിക്കുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇനി വിദേശ നയ രൂപീകരണ വേളയിൽ രാഷ്ട്രങ്ങൾ ഈ പ്രവണത കണക്കിലെടുക്കേണ്ടതാണ്. എന്നാൽ രാഷ്ട്രങ്ങളുടെ, അതായത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ അന്താരാഷ്ട്ര സംഭവങ്ങളൊക്കെ ഫോറിൻ പോളിസി രൂപീകരിക്കുമ്പോൾ എടുക്കണം. ഓക്കെ. എന്നാൽ രാഷ്ട്രങ്ങളുടെ പ്രതികരണം പരിവർത്തനാത്മകമല്ല. അതിനാൽ നമുക്ക് ഈ ഘടകത്തെ കർക്കശ ഘടകമായി കണക്കാക്കാം. അതായത് ഇങ്ങനെയൊക്കെ കണക്കിലെടുത്താണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. പക്ഷേ ഈ ചില രാജ്യങ്ങളുടെ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം പരിവർത്തനാത്മകം അല്ല. കാരണം ജനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും പിന്നെ ഇതിന് വിരുദ്ധമായിട്ട് പെട്ടെന്ന് നടപടി എടുക്കാനും ജനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയില്ല. അപ്പൊ അതിനെയാണ് കർക്കശ ഘടകം എന്ന് പറയുന്നത്. രാഷ്ട്രങ്ങൾക്ക് യോജിപ്പിന്റെയും വിജയിപ്പിന്റെയും ചില മേഖലകളുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രങ്ങൾക്ക് ചില സഖ്യകക്ഷികളും അയൽക്കാരും പരസ്പര ശത്രുക്കളുമുണ്ട്. ആഭ്യന്തര പ്രശ്നങ്ങൾ, പൊതുജനാഭിപ്രായം, ബാഹ്യ സാഹചര്യങ്ങൾ, മറ്റു രാഷ്ട്രങ്ങളുടെ പ്രതികരണം എന്നിവ പരിഗണിച്ച് മാത്രമേ വിദേശ നയ നിർമ്മാതാക്കൾക്ക് നയങ്ങൾ രൂപീകരിക്കാനാവൂ. അതായത് നമ്മൾ പറയുന്ന പോലെ എളുപ്പമല്ല. ആഭ്യന്തര പ്രശ്നങ്ങൾ നമ്മൾ നോക്കണം, പൊതുജനങ്ങളുടെ അഭിപ്രായം നോക്കണം, ബാഹ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ നോക്കണം, ഈ അന്താരാഷ്ട്ര സംഘടനകളും റിപ്പോർട്ടുകളും കരാറുകളും ഒക്കെ, മറ്റു രാഷ്ട്രങ്ങളുടെ പ്രതികരണം നോക്കണം. ഇതൊക്കെ പരിഗണിച്ച് മാത്രമേ നമുക്കൊരു ഫോറിൻ പോളിസി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ അല്ലെ ഈ കർക്കശം എന്നുള്ളൊരു മേഖല വന്നിട്ടുള്ളത്. ഇനി നയങ്ങൾ രൂപീകരിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ആരൊക്കെയാണ്? നയങ്ങൾ ഒന്ന് ഗവൺമെന്റിന്റെ തലവനും വിദേശമന്ത്രിയും, പ്രധാനമന്ത്രിയും വിദേശമന്ത്രിയും, ഇവരാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ. പിന്നെ നിയമനിർമ്മാണ സഭ അല്ലെ, നമ്മുടെ പാർലമെന്റ്,
പിന്നെ വിദേശകാര്യാലയവും മറ്റു വകുപ്പുകളും, വിദേശമന്ത്രിയുടെ കാര്യാലയം, വിദേശകാര്യാലയവും അതിന്റെ വകുപ്പുകളും, പിന്നെ പ്രത്യയ ശാസ്ത്രങ്ങൾ അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വലതുപക്ഷ രാഷ്ട്രമാണെന്നും വലതുപക്ഷത്തിൽ നിന്നും ഫ്രാൻസ് തീവ്ര വലതുപക്ഷത്തിലേക്ക് പോകുന്നു എന്നും അല്ലെ, ഇന്ത്യയിൽ ഇടതുപക്ഷമുണ്ട് എന്നും, തീവ്ര ഇടതുപക്ഷമാണ് ഇല്ലെ മാവോയിസ്റ്റ് ചിന്താഗതി പിൻപറ്റുന്നവരെന്നും. അതാണ് പ്രത്യയശാസ്ത്രങ്ങൾ. ഈ പ്രത്യയശാസ്ത്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നരേന്ദ്രമോദിയുടെ കീഴില് നമ്മുടെ ഗവൺമെന്റ് വരുന്ന സമയത്ത് അവരൊരു തീവ്ര വലതുപക്ഷ ചിന്താഗതിയുള്ള ആൾക്കാരാണ്. എന്നാൽ കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിൽ തീവ്രം ഒഴിവാക്കിയിട്ട് വലതുപക്ഷ ചിന്താഗതിയുടെ ആൾക്കാരാണ്. പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ നോക്കുമ്പോൾ ഇടതുപക്ഷ സർക്കാരാണ്. ഓക്കെ, അപ്പൊ ആ ഒരു വ്യത്യാസങ്ങൾ ഓരോ ആൾക്കാരും, അപ്പൊ അതുകൊണ്ടാണ് ചൈന ഇടതുപക്ഷം വരുന്ന സമയത്ത് ചൈനയുമായിട്ട് പിന്നെ സഹവർത്തിത്വത്തിന്റെ പാത അല്ലെങ്കിൽ ആ ഒരു പോസിബിലിറ്റിയാണ് ആലോചിക്കുക. പക്ഷെ തീവ്ര വലതുപക്ഷമുള്ള നമ്മുടെ കേന്ദ്രത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ചൈനയുമായിട്ടുള്ള ഒരു സഹകരണം പലപ്പോഴും അത് മറ്റൊരു രീതിയിലാണ് കണക്കാക്കുക. ഓക്കെ, അപ്പൊ പ്രത്യയശാസ്ത്രം ഇമ്പോർട്ടന്റ് ആണ് ഫോറിൻ പോളിസിയിൽ. രാഷ്ട്രത്തിന്റെ താല്പര്യങ്ങളും മൂല്യങ്ങളും, ഓരോ രാഷ്ട്രത്തിന്റെ താല്പര്യങ്ങളും മൂല്യങ്ങളും ഒക്കെ നയങ്ങളെ രൂപീകരിക്കാൻ ഉള്ള ഘടകങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. അപ്പോ വിദേശ നയത്തിന്റെ ലക്ഷ്യങ്ങൾ, എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് വിദേശ നയത്തിനുള്ളത് എന്നൊക്കെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന്, ഒരു പ്രധാന മൂല്യങ്ങളും താല്പര്യങ്ങളും. രാജ്യത്തിന്റെ വിദേശ നയത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് അടിസ്ഥാന മൂല്യങ്ങളും താല്പര്യങ്ങളും. ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ ആശ്രയിച്ചിരിക്കുന്ന ആവശ്യങ്ങളും വിശ്വാസങ്ങളുമാണ് ഈ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനം. അതായത് ദേശീയ സുരക്ഷ, സാമ്പത്തിക വികസനം, ഫോറിൻ പോളിസിയുടെ അല്ലെ പ്രധാന മൂല്യങ്ങളും താല്പര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഒന്ന് ദേശീയ സുരക്ഷ, പിന്നെ സാമ്പത്തിക വികസനം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വിദേശ നയത്തിന്റെ ലക്ഷ്യങ്ങൾ, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിദേശ നയം ഉണ്ടാക്കുക. ഓക്കെ, ഇനി മിഡിൽ റേഞ്ച് ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള വിദേശ നയത്തിന്റെ ലക്ഷ്യങ്ങളുണ്ട്. അന്തർദേശീയ സഹകരണം നിർബന്ധമാണ്. പൗരന്മാരുടെ അന്തസ്സും താല്പര്യവും സംരക്ഷിക്കൽ ഇതിൽ പെടുന്നതാണ്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ടതാണ് പ്രഷർ ഗ്രൂപ്പുകളുടെ താല്പര്യം ഇതിൽ സംരക്ഷിക്കപ്പെടണം. പ്രഷർ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഇപ്പൊ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മതസംഘടനകളുണ്ട്. അപ്പൊ അതൊരു പ്രഷർ ഗ്രൂപ്പാണ്. അപ്പൊ നമ്മൾ വിദേശ നയം തീരുമാനിക്കുന്ന സമയത്ത് ഈ പ്രഷർ ഗ്രൂപ്പുകളുടെ സ്വാധീനം അതിൽ കണക്കാക്കേണ്ടതാണ്. രാഷ്ട്രീയപരമല്ലാത്ത സഹകരണം അല്ലെ, ബിസിനസ് മറ്റ് ടൈപ്പുകൾ, രാഷ്ട്രത്തിന്റെ അന്തസ് ഉയർത്തൽ, പ്രാദേശിക വിപുലീകരണം, ഇതൊക്കെ മിഡിൽ റേഞ്ച് ലക്ഷ്യങ്ങളാണ്. ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് മിഡിൽ റേഞ്ച് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് വിദേശ നയത്തിന്റെ ലക്ഷ്യങ്ങൾ, ഒന്ന് പ്രധാന മൂല്യങ്ങളും താല്പര്യങ്ങളും നമ്മൾ പറഞ്ഞു, രണ്ട് മിഡിൽ റേഞ്ച് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്ന കുറച്ച് ലക്ഷ്യങ്ങളുണ്ട് വിദേശ നയത്തിന്. അതാണ് ഈ പറഞ്ഞ പ്രഷർ ഗ്രൂപ്പുകളുടെ താല്പര്യം, രാഷ്ട്രത്തിന്റെ അന്തസ്സ്, മറ്റു കാര്യങ്ങൾ, ഇങ്ങനെ. ഓക്കെ, ഇനി മൂന്നാമത്തതുണ്ട്, അതാണ് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു അതാണ് യൂണിവേഴ്സൽ ലോങ് റേഞ്ച് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര വ്യവസ്ഥയെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള ലക്ഷ്യങ്ങളാണിവ. ഈ പ്രത്യയശാസ്ത്രം രൂപപ്പെടുത്തുന്ന പദ്ധതികളും സ്വപ്നങ്ങളും വിദേശ നയത്തിന്റെ വിദൂര ലക്ഷ്യങ്ങളിൽ പെടുന്നു. അതായത് യൂണിവേഴ്സൽ ലോങ് റേഞ്ച്, അതാണ് വിദൂര ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഈ ലോങ് റേഞ്ച് എന്ന് പറയുന്നത്? അന്താരാഷ്ട്ര വ്യവസ്ഥയെ തന്നെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള ലക്ഷ്യങ്ങളാണിവ. ഫോർ എക്സാമ്പിൾ, അമേരിക്ക ഈ രീതിയിലാണ്, ക്യാപിറ്റലിസം തങ്ങളുടെ നേതൃത്വത്തിലാണ്. അപ്പൊ അത് അന്താരാഷ്ട്ര വ്യവസ്ഥയെ അടക്കം നിയന്ത്രിക്കണം എന്നാണ് ഇവരുടെ ഉദ്ദേശം. റഷ്യ തിരിച്ചും ഒരു സോഷ്യലിസ്റ്റ് ഒരു രീതിയിലുള്ള സംഭവമാണ് റഷ്യ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അത് അവർ രാഷ്ട്രങ്ങളിൽ ഒതുങ്ങുന്നില്ല, മറിച്ച് മൊത്തം ആഗോള അന്താരാഷ്ട്ര വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന രീതിയിലാണ് ഈ വിദേശ നയം അവര് വെക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയോടൊക്കെ അമേരിക്ക ഇടക്ക് പറയുന്നത് ഉപരോധം തരും, ഇത്ര താരിഫ് ഞങ്ങള് പിന്നെ നിങ്ങൾക്ക് മേൽ ചുമത്തും എന്നൊക്കെ അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിക്കുന്നതിന്റെ ഒരു കാരണം ഈ യൂണിവേഴ്സൽ ലോങ് വിദേശ നയത്തിലെ യൂണിവേഴ്സൽ ലോങ് റേഞ്ച് ലക്ഷ്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. അതിനി പറയുന്നതാണ് ട്രൂമാൻ സിദ്ധാന്തം. എന്താ ട്രൂമാൻ സിദ്ധാന്തം? 1947 പരീക്ഷയിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. വന്നിട്ടുണ്ട്. ഓക്കെ, 1947 മാർച്ച് 12 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ഹാരി എസ് ട്രൂമാൻ പ്രഖ്യാപിച്ച സിദ്ധാന്തമാണ് ട്രൂമാൻ സിദ്ധാന്തം എന്ന് പറയുന്നത്. സോവിയറ്റ് യൂണിയന്റെ കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യത്വ ശ്രമങ്ങൾ തടയുന്നതിനുള്ള US-ന്റെ ഒരു നയമായിരുന്നു ഈ ട്രൂമാൻ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇവർ ഈ ട്രൂമാൻ സിദ്ധാന്തത്തിൽ ഇവർ തെരഞ്ഞെടുത്ത മാർഗം മറ്റു രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സൈനിക സഹായം നൽകുക എന്നതായിരുന്നു ഈ ട്രൂമാൻ സിദ്ധാന്തത്തിന്റെ ഭാഗ്യം. അപ്പോൾ ഒരു ഭാഗത്ത് അമേരിക്ക, മറുഭാഗത്ത് സോവിയറ്റ് യൂണിയൻ. അപ്പൊ എന്താണ് ട്രൂമാൻ സിദ്ധാന്തം? ട്രൂമാൻ അമേരിക്കയുടെ കീഴിലേക്ക് കുറെ രാജ്യങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം നൽകുക, അവർക്ക് സൈനിക സഹായം നൽകുക. റഷ്യ ഇപ്പൊ ചെയ്തു വരുന്ന അതേ സംഭവമാണ്. ലോകത്തിലെ എല്ലാ വീക്കായിട്ടുള്ള രാജ്യങ്ങളും സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും സഹായിച്ചിട്ട് അവരെ തങ്ങളുടെ ചേരിയിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഇത് അമേരിക്ക പ്രഖ്യാപിച്ച സിദ്ധാന്തമാണ് ട്രൂമാൻ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഉദാഹരണം പറയുന്നത് ഗ്രീസിനും തുർക്കിക്കും സാമ്പത്തിക സഹായം, അതായത് കമ്മ്യൂണിസ്റ്റ് ഇൻഫ്ലുവൻസിൽ നിന്നും ഗ്രീസിനെയും തുർക്കിനെയും
രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാമ്പത്തിക സൈനിക സഹായം നൽകിയത് ഉദാഹരണമാണ്. അപ്പോ ഈ ട്രൂമാൻ സിദ്ധാന്തം പിന്നീട് ശീതയുദ്ധത്തിന് കാരണമായിട്ടും പണ്ഡിതര് കണക്കാക്കുന്നുണ്ട്. അപ്പൊ ഇത് പരീക്ഷയിൽ 2016 വന്നത് ട്രൂമാൻ ഡോക്ടറിൻ ഏത് രാജ്യത്തിന്റെ വിദേശ നയമായിരുന്നു? സിമ്പിൾ, അമേരിക്ക അല്ലെ. ട്രൂമാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ വരുമ്പോൾ ഡൗട്ട് ആവും. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് അയൺ കർട്ടൻ, ഇരുമ്പ് തിരശ്ശീല. ഇതൊരു ഫോറിൻ പോളിസിയാണ്. രണ്ടാം ലോക മഹായുദ്ധ ശേഷം സോവിയറ്റ് യൂണിയൻ സ്ഥാപിച്ച രാഷ്ട്രീയവും സൈനികവും പ്രത്യയശാസ്ത്രപരമായ ഒരു അതിരാണ് ഇരുമ്പ് തിരശ്ശീല എന്ന് പറയുന്നത്. അപ്പൊ അമേരിക്കയുടെ ട്രൂമാൻ സിദ്ധാന്തത്തിന് വിപരീതമായിട്ട് പടിഞ്ഞാറുമായി മറ്റ് കമ്മ്യൂണിസ്റ്റ് ഇതര മേഖലകളുമായും തുറന്ന സമ്പർക്കത്തിൽ നിന്ന് തങ്ങളെയും ആശ്രിതരായ കിഴക്കൻ മധ്യ യൂറോപ്യൻ സഖ്യകക്ഷികളെയും തടയുന്നതിനായി രൂപീകരിച്ച നയം. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. പടിഞ്ഞാറൻ യൂറോപ്പിലെ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ പക്ഷത്തേക്ക് പോയി. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ റഷ്യയുടെ, സോവിയറ്റ് യൂണിയന്റെ ഭാഗത്തേക്ക് പോയി. അതുകൊണ്ടാണ് ജർമ്മനി തന്നെ ഈസ്റ്റ് ജർമ്മനി, വെസ്റ്റ് ജർമ്മനി, പിന്നെ ഈ ജർമ്മൻ മതില് തകർക്കുന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ പടിഞ്ഞാറുമായിട്ട് പടിഞ്ഞാറുമായി മറ്റ് കമ്മ്യൂണിസ്റ്റ് ഇതര മേഖലകളുമായും തുറന്ന സമ്പർക്കത്തിൽ നിന്ന് തങ്ങളുടെയും, അതായത് USSRന്റെ ആശ്രിതരായിട്ടുള്ള മധ്യ കിഴക്കൻ യൂറോപ്യൻ സഖ്യകക്ഷികളെയും തടയുന്നതിനാണ് ഇരുമ്പ് തിരശ്ശീല എന്ന് പറയുന്ന ഈ ഒരു സംഭവം തുടങ്ങുന്നത്. അപ്പോ ഇരുമ്പ് തിരശ്ശീല എന്ന് പറയുന്ന സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്ന യൂറോപ്യൻ റിക്കവറി പ്രോഗ്രാം തുടങ്ങിയത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോർജ് മാർഷൽ ആണ്. അത് മറ്റൊരു അമേരിക്കയുടെ പോളിസിയാണ്, സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്ന യൂറോപ്യൻ റിക്കവറി പ്രോഗ്രാം. ഇത് മാർഷൽ പ്ലാൻ എന്നും പറയാറുണ്ട്. അപ്പോൾ യൂറോപ്പിന്റെ സാമ്പത്തിക പുരോഗതി വീണ്ടെടുക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യങ്ങൾ. എന്നിരുന്നാലും ഇത് ട്രൂമാൻ സിദ്ധാന്തത്തിന്റെ സാമ്പത്തിക വിപുലീകരണമായിരുന്നു. അപ്പൊ ട്രൂമാൻ സിദ്ധാന്തത്തിന്റെ ഒരു ബാക്കിയായിരുന്നു നമ്മുടെ ഈ യൂറോപ്യൻ റിക്കവറി പ്രോഗ്രാം അല്ലെങ്കിൽ മാർഷൽ പ്ലാൻ എന്ന് പറയുന്ന പ്രോഗ്രാം. മാർഷൽ പ്ലാൻ എന്ന മുഴുവൻ ആശയത്തെയും ഡോളർ സാമ്രാജ്യത്വം എന്ന് സോവിയറ്റ് യൂണിയൻ അപലപിച്ചു. അപ്പൊ സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്തു? ഈ മാർഷൽ പ്ലാനിനെ ഡോളർ സാമ്രാജ്യത്വം എന്ന് പറഞ്ഞിട്ട് അപലപിച്ചു. ഇതിന്റെ പ്രതികരണമായിട്ട് സോവിയറ്റ് യൂണിയൻ 1947 കോമിൻഫോം, കമ്മ്യൂണിസ്റ്റ് ഇൻഫോർമേഷൻ ബ്യൂറോ ആണ് ഈ കോമിൻഫോം എന്ന് പറയുന്നത്, അത് ആരംഭിച്ചു. അതായത് ഈ കിഴക്കൻ യൂറോപ്പില് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്ന ഉദ്ദേശം വെച്ച് തുടങ്ങിയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ കോമിൻഫോം, കമ്മ്യൂണിസ്റ്റ് ഇൻഫോർമേഷൻ ബ്യൂറോ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത പരീക്ഷയിൽ ചിലപ്പോൾ ഇതാവും ചോദിക്കുക, കോമിൻഫോം എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ വിദേശ നയമായിരുന്നു എന്ന് ചോദിക്കാം. ഓക്കെ, ഇനി അപ്പൊ ഇന്ത്യൻ വിദേശ നയം എന്താണ് എന്ന് നമ്മൾക്കൊന്ന് നോക്കാം. സ്വതന്ത്ര സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയ വിദേശ നയമാണ് സ്വതന്ത്രാനന്തര ഇന്ത്യ സ്വീകരിച്ചത്. അപ്പൊ ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണ്. മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു ആണ് അറിയപ്പെടുന്നത്. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിന്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായിട്ടുള്ള സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് രാജ്യങ്ങളോട് ഉണർത്താനുള്ളത് എന്ന് പറഞ്ഞത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. നെഹ്റു എന്തിനാ പ്രാധാന്യം കൊടുത്തത്? എല്ലാ ജനവിഭാഗത്തിന്റെ സൗഖ്യം, സ്വാതന്ത്ര്യം, അല്ലെ, അതേപോലെ തന്നെ സൗഹാർദ്ദപരമായിട്ടുള്ള സഹകരണം, ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ല, ഇത് ഇതാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത് എന്ന് പറഞ്ഞാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗം. ഇതൊക്കെ വളരെ നല്ല കാഴ്ചപ്പാടാണ് കേട്ടോ. 3 ലക്ഷ്യങ്ങളായിരുന്നു ഇന്ത്യയുടെ വിദേശ നയം രൂപപ്പെടുത്തുന്നതിൽ നെഹ്റുവിന് മുൻപിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, ഇന്ത്യയുടെ പരമാധികാരം സംരക്ഷിക്കുക, രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുക, സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക. ഇതായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വിദേശ നയം രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങൾ എന്താ നോക്കാം. ഒന്ന്, നമ്മൾ കുറെ കാലം സാമ്രാജ്യത്വത്തിന്റെയും കൊളോണിയൽ വ്യവസ്ഥയുടെയും അടിമകളായിരുന്നു, അല്ലെ, അവർ നമ്മളെ ചൂഷണം ചെയ്യുകയായിരുന്നു കുറെ കാലം. അപ്പൊ അതിനോട് നമുക്ക് ഭയങ്കര എതിർപ്പായിരുന്നു. അപ്പൊ അതിന് വിരുദ്ധമായിട്ടാണ് നമ്മളുടെ ഫോറിൻ പോളിസി ഉണ്ടാക്കിയിട്ടുള്ളത്. വേറെ രാജ്യത്തിന്റെ മുകളിൽ കടന്നു കയറുന്നത് ഒരിക്കലും നമ്മൾ അംഗീകരിച്ചിട്ടില്ല. വംശീയവാദത്തോടുള്ള വിദ്വേഷം, കാരണം എന്താ, ഈ ഗാന്ധിജീനെയൊക്കെ ട്രെയിനിൽ നിന്ന് പുറത്തെറിഞ്ഞൊക്കെ കഥ ഞങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലെ. ഭയങ്കര വംശീയതയായിരുന്നു. അതായത് ഇന്ത്യൻ വംശജരോട് ഇവർക്കൊരു രണ്ടാം കിട പൗരന്മാരായിരുന്നു. അപ്പൊ അത് നമുക്ക് വെറുപ്പായിരുന്നു. മനുഷ്യരെല്ലാം തുല്യരാണ് എന്നുള്ള ഒരു ചിന്താഗതി. ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അതായത് ലോകത്തെ സമാധാനത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ. അപ്പൊ അതിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ പല രാജ്യങ്ങൾക്കും അതിലുള്ള വിശ്വാസമല്ല. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം അതും നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട മേഖലയായിരുന്നു
സമാധാനപരമായിട്ട് മുന്നോട്ട് പോവുക. പഞ്ചശീല തത്വങ്ങൾ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യും. വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. സ്വാഭാവികമായിട്ടും നമ്മളൊരു ഡെവലപ്പിംഗ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആകുന്നുവെങ്കിൽ നമ്മൾക്ക് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ സഹായം പലപ്പോഴും ആവശ്യമാണ്. അപ്പോൾ ആ ഒരു സഹായം നമ്മൾ എന്താ ആവശ്യകതയിൽ ഊന്നിയിട്ടുണ്ട്. പിന്നെ ചേരി ചേരായ്മ, എന്താണ് ചേരി ചേരായ്മ എന്നുള്ളത് നമ്മൾ ഒന്ന് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു ആഫ്രിക്ക ഫണ്ട് ഏത് സംഘടനയുടെ ഭാഗമാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഏതായാലും നമുക്ക് ചേരി ചേരാ പ്രസ്ഥാനം എന്താണ് എന്നൊന്ന് വിശദീകരിച്ച് അങ്ങനെ അങ്ങോട്ട് പോവാം. ഓക്കെ, 1961 ചേരി ചേരാ പ്രസ്ഥാനം അല്ലേ? 1961. ഓക്കെ, അപ്പോ 61. അപ്പൊ അത് നിങ്ങളുടെ മൈൻഡിലൊന്നും ഉണ്ടാവണം, അതിന്റെ സ്ഥാപനം 1961 ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ അംഗസംഖ്യ ഇപ്പൊ 120 അല്ല, 121. ഇവിടെ മാറ്റണം കേട്ടോ, പുതിയ കാലത്തിനനുസരിച്ച് മാറിയിട്ടുണ്ട്. 121. സൗത്ത് സുഡാൻ 2024 സൗത്ത് സുഡാൻ ഇതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഒരു ആസ്ഥാനം, സ്ഥിരമായിട്ട് ഒരു ആസ്ഥാനം ഇല്ല, അതൊരു പുതിയ അറിവല്ലേ, ഭയങ്കര അല്ലെ, നിങ്ങൾക്കൊരു രസകരമായിട്ടുള്ള അറിവാണ് പുതിയൊരു ആസ്ഥാനം ഇല്ല എന്നുള്ളത്. ശീതസമരത്തിന്റെ ഭാഗമായ അമേരിക്കൻ USSR ചേരിയിൽപ്പെടാതെ, എന്താണ് മുതലാളിത്ത സോഷ്യലിസ്റ്റ് ചേരി, അമേരിക്കൻ മുതലാളിത്തം, USSR സോഷ്യലിസം സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ച രാഷ്ട്രങ്ങളുടെ സംഘടനയാണ് ചേരിചേരാ പ്രസ്ഥാനം. അപ്പൊ അമേരിക്കയുടെയും USSRന്റെയും ഭാഗം ചേരാതെ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്, രാഷ്ട്രങ്ങളുടെ സംഘടനയാണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ചേരിചേരാ നയം സ്വീകരിക്കാനുള്ള കാരണം, സാഹചര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്ന്, നമ്മുടെ രാഷ്ട്രത്തിന്റെ വിഭജനവും അതിനെ തുടർന്നുണ്ടായ രൂക്ഷമായ ആഭ്യന്തര പ്രശ്നങ്ങളും. ഇന്ത്യ വിഭജിച്ചു, ഇന്ത്യ പാകിസ്ഥാനായി. ആഭ്യന്തര പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു, പട്ടിണി ഉണ്ടായിരുന്നു, പിന്നെ ആളുകൾക്ക് വാസസ്ഥലം ഉണ്ടാക്കേണ്ട പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നെ കലാപവും വർഗീയത ഉണ്ടായിരുന്നു അല്ലെ. ആ ഒരു സമയത്ത് നമ്മൾ വീണ്ടും ഓരോ രാജ്യത്തിന് അല്ലെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യുദ്ധം നടക്കുന്നത് ഇസ്രായേലും ഇറാനും തമ്മിലാണ്. പക്ഷെ നമ്മുടെ കേരളത്തിന്റെ കമന്റ് ബോക്സുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏതോ രാജ്യത്തിന്റെ ചേരിയാണ് നമുക്ക് തോന്നും. കാരണം എന്താ, അതിന് അനുകൂലമായിട്ട് കുറെ ആൾക്കാർ ഇസ്രായേലിന് അനുകൂലമായിട്ട്, കുറെ ആൾക്കാർ ഇറാനിന് അനുകൂലമായിട്ട്, കുറെ ആൾക്കാർ എതിരായിട്ട് അല്ലെ. അതും നമ്മുടെ ജനങ്ങളെ വെച്ചുകൊണ്ട് പരസ്പരം. പക്ഷെ സത്യത്തിൽ ആലോചിച്ച് നോക്കും, നമ്മൾ ഒരു ചേരിയായി മാറിയിട്ടാണ് നടത്തുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അതിനുള്ള ആംബിയർ ഉണ്ടായിരുന്നില്ല. ഒന്ന് വിഭജനവും അതിനെ പുറത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും ധാരാളം ഉണ്ട്. സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ, വിഭവ ദാരിദ്ര്യം, വളരെ പിന്നിലായിരുന്നു ഇന്ത്യ സാമ്പത്തിക വളർച്ചയിൽ. ദാരിദ്ര്യവും തൊഴിലില്ലായ്മ. ഈ ഒരു കാലഘട്ടത്തിൽ ഇനി ഒരു യുദ്ധം, ഒരു രാജ്യത്തിന്റെ പിറകെ പോയിട്ട് ഒരു യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ. അപ്പൊ അതാണ് ഇങ്ങനെ ഒരു നയം സ്വീകരിക്കാനുള്ള ഒരു കാരണം. ആശയം പ്രചരിപ്പിച്ചത് VK കൃഷ്ണമേനോൻ. ചേരിചേരാ നയം എന്ന ആശയം പ്രചരിപ്പിച്ചത് VK കൃഷ്ണമേനോൻ. അപ്പൊ മലയാളി ആയിട്ടുള്ള VK കൃഷ്ണമേനോനാണ് ഇത് പ്രചരിപ്പിച്ചത്. അപ്പോ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കളാണ്. ഒന്ന്, ജവഹർലാൽ നെഹ്റു, ഇന്ത്യൻ പ്രധാനമന്ത്രി, എവറിബഡി നോസ് റൈറ്റ്, എപ്പോഴും നമ്മൾ പരീക്ഷയിൽ ഇതൊക്കെ കേൾക്കുന്നതാണ്. പിന്നെ ഗബാൽ അബ്ദുൽ നാസർ അല്ലെ, അബ്ദുൽ നാസർ, ഈജിപ്ത്, ജീപ്പ് എന്നൊക്കെ ഓർത്തു വെച്ചാൽ മതി. അപ്പൊ ജീപ്പിൽ വല്ല ഗമയോട് കൂടിയാണല്ലോ ഇരിക്കുക പണ്ടൊക്കെ. അപ്പൊ കാറാനായിട്ട് മാറിയിട്ടുണ്ട്, എന്നാലും ഗമയുള്ള ഈജിപ്ത് പ്രസിഡന്റ് ആണെന്ന് മനസ്സിലാക്കുക. മാർഷൽ ടിറ്റോ യുഗോസ്ലാവിയൻ പ്രസിഡന്റ് ആണ്. അപ്പൊ മാർഷലിനോട് എന്താ പറയാ, യു ഗോ, നീ പോയി യുദ്ധം ചെയ്യാനേക്കാരം പറയുന്നത് അല്ലെ. യു ഗോ കോഡാണ് കേട്ടോ അത്, യു ഗോ മാർഷൽ. അഹമ്മദ് സുഗർണോ, ഇന്തോനേഷ്യ അല്ലെ. കാറിൽ നമുക്ക് എന്തായാലും ഇന്തോനേഷ്യയിലേക്ക് പോകാൻ പറ്റില്ല, സുകാർണോ. കാരണം എന്താ സുകാർണോ, കാരണം ഇന്തോനേഷ്യ ഒരു ദ്വീപരാഷ്ട്രമാണല്ലോ. അപ്പൊ ക്വാമി എൻ ക്രൂമ ഗാന കുറുമയാണല്ലോ ഗാന. അപ്പൊ ക്വാമി എൻ ക്രൂമ ഗാന പ്രസിഡന്റ്. ഇത് പഠിച്ചു വെച്ചു, ചിലപ്പോൾ ചോദിക്കും. ചേരിചേരായ്മ ലോകരാജ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായിട്ട് ഇടപെടാനാണ് എന്ന് അഭിപ്രായപ്പെട്ടതാണ് ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയത് എല്ലാതൊന്നും മാറി നിൽക്കുക എന്നല്ല ഉദ്ദേശം, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായിട്ട് ഇടപെടുകയാണെന്നാണ് ഇതിന്റെ ലക്ഷ്യമെന്നാണ് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ഇത് പരീക്ഷയിൽ നിരന്തരം വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇത് രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ബന്ധൂങ് സമ്മേളനമാണ്. 1955 ബന്ധുക്കളാണ് തീരുമാനിക്കുന്നത്. ബന്ധൂങ് അല്ലെ, 1955 ബന്ധൂങ് ആണ് ഇത് തീരുമാനിക്കുന്നത്. ഇനി ഇതിന്റെ ആദ്യ സമ്മേളനം നടന്നത് ബൽഗ്രേഡ്, യുഗോസ്ലാവിയ. അത് നിർബന്ധമാണ്, ബൽഗ്രേഡ് അല്ലെ, ഗ്രേഡ് നല്ല ഗ്രേഡ് ഒക്കെ ആയിട്ട് ഇത് തുടങ്ങിയത് ബൽഗ്രേഡിലാണ് 1961. അപ്പൊ ബൽഗ്രേഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ 25. NIM രൂപീകരണത്തിന് അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത് പഞ്ചശീല തത്വങ്ങൾ. അവിടെയാണ് നമുക്ക് പഞ്ചശീല തത്വങ്ങൾ എന്താണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പൊ അത് 2016 ചോദ്യം വന്നിട്ടുണ്ട്, ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം എവിടെയാണെന്ന്. തീരുമാനിച്ചത് ബന്ധൂങ് സമ്മേളനത്തിലാണ് അല്ലെ. ആദ്യ സമ്മേളനം ബൽഗ്രേഡ് ആണ്. അപ്പൊ തമ്മിൽ മാറരുത്. ആദ്യം ബന്ധുക്കൾ തീരുമാനം എടുക്കുന്നു,
അത് തീരുമാനം മാത്രമാണ്. സമ്മേളനമായിട്ട് നടക്കുന്നത് 1961 ബൽഗ്രേഡിലാണ്. അപ്പൊ അത് മറക്കരുത്. ഓക്കെ. ഈ പഞ്ചശീല തത്വങ്ങളാണല്ലോ ഇതിന്റെ അടിസ്ഥാന ഇതായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് നോക്കാം. ഇപ്പോ ഒന്ന്, പരസ്പരം ആക്രമിക്കാതിരിക്കുക. അപ്പൊ ഇന്ത്യയും ചൈനയൊക്കെ ആദ്യ കാലഘട്ടത്തിൽ ഈ പഞ്ചശീല തത്വങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പരസ്പരം ആക്രമിക്കാതിരിക്കുക, രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം പാലിക്കുക. ഇതാണ് പഞ്ചശീല തത്വങ്ങളിലെ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, 5 നിർദ്ദേശങ്ങൾ അല്ലെ? നല്ല രസകരമായിട്ടുള്ള അല്ലെ? പഞ്ചശീല. ആരെ ആക്രമിക്കരുത്, ഒരു രാജ്യം അങ്ങോട്ട് പോയി ആക്രമിക്കരുത്, എല്ലാവരുടെ അതിർത്തിയും പിന്നെ പരമാധികാരം അംഗീകരിക്കണം, വെറുതെ പോയി അവിടുത്തെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരുന്നത്. എന്താ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പാകിസ്ഥാൻ ഇടപെടാറുണ്ട്, ഈ കാശ്മീർ വിഷയങ്ങളിൽ പ്രത്യേകിച്ച്. അപ്പൊ അതാണ് നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അതിർത്തി കടന്നുള്ള തീവ്രവാദം എന്നൊക്കെ അതാണ് പറയാറ്. പാകിസ്ഥാൻ തിരിച്ച് നമ്മളെ ആരോപിക്കുന്നതാണ് ബലൂചിസ്ഥാൻ മേഖലയിൽ ഇന്ത്യ ഇടപെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഈ പഞ്ചശീല തത്വങ്ങൾ പറയുന്നത് ഈ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുകയും ചെയ്തത്, അവനാന്റെ കാര്യം നോക്കി പോവാ. സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം പാലിക്കുക. നല്ല രസകരമാണ് കേൾക്കാൻ അല്ലെ? എന്നെയും ഏറ്റവും ഒടുവിൽ അംഗമായിട്ടുള്ള രാഷ്ട്രങ്ങൾ അസർബൈജാൻ, ഫിജി 2011. ഇത് കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ട് 2024 ഫിജി, 2024 സൗത്ത് സുഡാൻ. അപ്പൊ അത് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്നെയിൽ അംഗമായ യൂറോപ്യൻ രാജ്യങ്ങളാണ് ബെലാറസ്, അസർബൈജാൻ. യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിൽ അംഗമാണ്, ബെലാറസ്, അസർബൈജാൻ. ബൈജാൻ, ബെലാറസ് അല്ലെ? അതും കൂടി ഒന്ന് ഓർത്ത് വെക്കണം. പിന്നെ ആദ്യ ജനറൽ സെക്രട്ടറി മാർഷൽ ടിറ്റോ, അതാണ് ജോസഫ് ബ്രോസ് ടിറ്റോ എന്ന് പറയുന്നത്. അപ്പൊ അല്ലെ, ആദ്യത്തെ ജനറൽ സെക്രട്ടറിനെ നമുക്കൊരു മാർഷലിനെ കിട്ടിയിട്ടുണ്ട്, മാർഷൽ ടിറ്റോ. അപ്പൊ നിലവിലെ സെക്രട്ടറി ജനറൽ ആണ് യുവേരി മുസാവിനി എന്ന് പറയുന്ന വ്യക്തി. പിന്നെ ഇത് 2024 വേദി നോക്കിയാൽ മതി, ഇനി 27 വരുന്നത്. അപ്പൊ 2024 വേദി ഉഗാണ്ടയിലെ കമ്പാല, അതൊന്ന് ഓർത്തു വെക്കുക, കമ്പാല അല്ലെ? അവിടെയാണ് ഇപ്പൊ എല്ലാവരും വന്നത്. ഇപ്പൊ നിലവില് ചേരിചേരാ പ്രസ്ഥാനത്തിലെ എല്ലാ ആൾക്കാരും വന്നത് കമ്പാല, ഉഗാണ്ട. 1987 രൂപം കണ്ട NAMന്റെ അനുബന്ധ കമ്മിറ്റിയാണ് ആഫ്രിക്ക ഫണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആഫ്രിക്ക ഫണ്ട് എന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഏതെങ്കിലും ആഫ്രിക്കൻ യൂണിയൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഓപ്ഷനിൽ കാണുന്ന സമയത്ത് തെറ്റിക്കരുത്. ഇത് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ നോൺ അലൈൻഡ് മൂവ്മെന്റിന്റെ കമ്മിറ്റിയാണ് ആഫ്രിക്ക ഫണ്ട് എന്ന് പറയുന്നത്. ആഫ്രിക്ക ഫണ്ട് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാൻ നമ്മുടെ രാജീവ് ഗാന്ധി ആയിരുന്നു. 1961 ബെൽഗ്രേഡിൽ വെച്ച് ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യ ഉച്ചകോടി നടന്നു. ഇത് പ്രധാനമായും 3 ഘടകങ്ങളുടെ പൂർത്തീകരണമായിരുന്നു. എന്തൊക്കെയാണ് ഈ 1961 ബെൽഗ്രേഡ് സമ്മേളനത്തിന്റെ അന്ന് 5 രാജ്യങ്ങൾക്കിടയിൽ നിലനിന്ന സഹകരണം. അതാരൊക്കെയാണ്? ഈജിപ്തും പിന്നെ നമ്മുടെ ഇന്ത്യയും നമ്മൾ യുഗോസ്ലാവിയ ഒക്കെ പറഞ്ഞല്ലോ. ഈ 5 രാജ്യങ്ങൾക്കിടയിൽ നിലനിന്ന സഹകരണം. ശീതസമരകാലത്തെ വൻ പിരിമുറുക്കങ്ങളും വിപുലമാകുന്ന പോർക്കളങ്ങളും അല്ലെ? ഏത് നിമിഷം ഒരു 3-ാം ലോക മഹായുദ്ധം ഉണ്ടാവും എന്ന് പേടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതൊന്നും മാറി ഈ ലോകത്തിൽ ഒരു സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോളനി വാഴ്ചയിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ നാടകീയമായിട്ടുള്ള രംഗപ്രവേശം അല്ലെ? കുറെ ആഫ്രിക്കൻ രാജ്യങ്ങള് യൂറോപ്യൻ കോളനിവൽക്കരനിൽ നിന്നും രക്ഷപ്പെട്ട് വരുന്നവരൊക്കെ എന്ത് ചെയ്തു? NAMൽ ചേർന്നു. ഞങ്ങൾക്ക് ഇനി ഒരു ചേരിയുടെ ഭാഗമാകണ്ട, സ്വതന്ത്രമായും ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതാണ് ഈ NAM, ഈ നോൺ അലൈൻഡ് മൂവ്മെന്റ്, ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള ഒരു ഘടകങ്ങൾ. ചേരിചേര വിഖ്യാതമായ ഒരു അന്തർദേശീയ പ്രസ്ഥാനമായി വളർന്നതോടെ വ്യത്യസ്ത രാഷ്ട്രീയ താല്പര്യങ്ങളുടെ രാഷ്ട്രങ്ങൾ അതിൽ അംഗങ്ങളായി. ഇരു ചേരികളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നാൽ നിഷ്പക്ഷത പാലിക്കുകയെന്നോ മാറി നിൽക്കുകയെന്നോ വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല. ചേരിചേരാ നയം വേറിട്ട് നിൽക്കലല്ല, കാരണം ഒറ്റപ്പെട്ടു നിൽക്കാൻ അഥവാ ഇടപെടാതിരിക്കൽ എന്നാൽ ലോകകാര്യങ്ങളിൽ നിന്ന് അകന്നു മാറി നിൽക്കുക എന്നതാണ്. ഇപ്പൊ ലോകകാര്യങ്ങളിൽ നിന്ന് അകന്നു മാറി നിൽക്കുക എന്നതല്ല ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അല്ലെ, അതായത് ഈ യുദ്ധത്തിലേക്ക് നയിക്കുന്ന ഇത്തരം ചേരികളുടെ ഭാഗമാകാതെ സ്വതന്ത്രമായി പരസ്പരം സഹായത്തോടു കൂടി നിൽക്കുക എന്നാണ്, അല്ലാതെ മാറി നിൽക്കുക എന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം മുതൽ 1-ാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭം വരെയുള്ള കാലഘട്ടത്തിലെ അമേരിക്കയുടെ വിദേശ നയമാണ് ഒറ്റപ്പെട്ടു നിൽക്കൽ അഥവാ ഇടപെടാതിരിക്കൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെ? അപ്പൊ അമേരിക്ക ആരുടെയും കാര്യത്തിൽ ഇടപെടാതെ അവിടെ അവര് ഒരു പിന്നെ ജീവിതം കെട്ടിപ്പൊക്കിയതാണ്. ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം മുതൽ 1-ാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭം വരെ അമേരിക്കയുടെ വിദേശ നയമാണ് ഒറ്റപ്പെട്ടു നിൽക്കൽ എന്ന് പറയുന്ന വിദേശ നയം, അല്ലെങ്കിൽ നോൺ ഇന്റർഫറൻസ്, ആരെയും ഇടപെടാതിരിക്കൽ എന്നുള്ള നയം. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെ ചേരിചേരാ രാജ്യങ്ങൾ സജീവമായി ഇടപെട്ടുകൊണ്ട് സമാധാനവും സ്ഥിരയും നിലനിർത്തുന്നതിന് വിരുദ്ധ ചേരികൾക്കിടയിൽ മധ്യസ്ഥത വഹിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ചേരിചേരാ പ്രസ്ഥാനം ഒറ്റപ്പെട്ട നിൽക്കൽ നയമല്ല, മറിച്ച്
അല്ലെ, ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഇടപെട്ട് സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതിന് രണ്ട് ചേരികൾക്കിടയിൽ ഒരു മധ്യസ്ഥത വഹിക്കുന്ന പ്രസ്ഥാനം, ആ രീതിയിലാണ് ഈ ചേരിചേരാ പ്രസ്ഥാനത്തെ നിങ്ങൾ കാണേണ്ടത്. ഓക്കെ ആണല്ലോ. ചേരിചേരാ രാജ്യങ്ങളുടെ കരുത്ത്, അവരുടെ ഐക്യവും തങ്ങളുടെ സ്വാധീനത്തിലുള്ള ശക്തിക്കു കീഴിൽ തളച്ചിടാനുള്ള വൻ ശക്തികളുടെ സമ്മർദ്ദ തന്ത്രങ്ങളെ മറികടന്ന് ചേരിചേരായ്മ നിലനിർത്താനുള്ള ദൃഢനിശ്ചയമാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ചേരിചേരാ രാജ്യങ്ങളുടെ കരുത്ത് എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ ഐക്യവും തങ്ങളുടെ തങ്ങളുടെ സ്വാധീനത്തിലുള്ള ശക്തിക്ക് കീഴിൽ തളച്ചിടാനുള്ള വൻ ശക്തികളുടെ സമ്മർദ്ദതന്ത്രങ്ങളെ മറികടന്ന് ചേരിചേരായ്മ നിലനിർത്താനുള്ള ദൃഢനിശ്ചയമാണ്. അതായത് റഷ്യയുടെയും സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും കീഴിലേക്ക് എല്ലാ രാജ്യങ്ങളെയും കൊണ്ടുവരാനുള്ള ഒരു തീരുമാനത്തെ മറികടന്നുകൊണ്ട് സ്വതന്ത്രമായി നിൽക്കാനുള്ള ദൃഢനിശ്ചയം. ഇതൊക്കെയാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. 1962 ചൈനീസ് ആക്രമണം ഒന്ന് പഠിച്ചു നോക്കാം നമുക്ക്, അല്ലെ. ചൈനീസ് 1900 ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം ഉണ്ടാക്കുന്നതിന് പ്രധാന കാരണം ടിബറ്റൻ പ്രശ്നം, അതിർത്തി തർക്കം. ടിബറ്റൻ പ്രശ്നം എന്താണ്? ടിബറ്റ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ സ്വതന്ത്രമായി നിന്നുള്ള ഒരു പ്രദേശമായിരുന്നു ടിബറ്റ്. അപ്പോ ചൈന 1959 എന്ത് ചെയ്തു? ടിബറ്റിനെ ആക്രമിച്ച് കീഴടക്കി. അപ്പൊ ഇന്ത്യ ഇതില് ആദ്യം സ്വതന്ത്രമായിട്ടുള്ള തീരുമാനം എടുത്തത്. അങ്ങനെയാണ് ടിബറ്റിന്റെ അവകാശങ്ങളെ സംരക്ഷിക്കണമെന്ന തീരുമാനം എടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ടിബറ്റിന്റെ ആത്മീയ ആചാര്യനായിട്ടുള്ള ദലൈ ലാമയ്ക്ക് നമ്മൾ അസൈലം, അതായത് ഇന്ത്യയിൽ അഭയസ്ഥാനം നൽകിയത്. ധർമ്മശാല, ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലാണ് ഈ ദലൈ ലാമ ഇപ്പോൾ താമസിക്കുന്നത്. അപ്പൊ ഇത് ടിബറ്റിന്റെ ആത്മീയ ആചാര്യനാണ്. അപ്പൊ അതൊരു കാരണം. പിന്നെ അതിർത്തി തർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചൈന പറയുന്നുണ്ട് അരുണാചൽ പ്രദേശ് ചൈനേന്റേതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഏകദേശം പിടിച്ചെടുത്തിരുന്നു കേട്ടോ അരുണാചൽ പ്രദേശ്. പിന്നെ യുദ്ധം അവസാനിച്ച സമയത്ത് അവര് അവിടുന്ന് പിൻവാങ്ങി പോവുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ചൈന തുടങ്ങി ചൈന തന്നെ അവസാനിപ്പിച്ച ഒരു യുദ്ധമാണ് 1962. അപ്പോ നെഹ്റു ഒക്കെ കരുതിയിരുന്നു ഒരിക്കലും ചൈന ഇന്ത്യയെ ആക്രമിക്കൂല, അല്ലെ, ഇന്ത്യ ചൈന ബായി ബായി എന്നൊക്കെ പറഞ്ഞ് നടന്നിരിക്കുക. നെഹ്റുവിന്റെ ആ ആത്മവിശ്വാസം, അല്ലെ, നമ്മൾ പലപ്പോഴും സൈനികരെയൊക്കെ നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടു. അത് മാനസികമായി ഭയങ്കര ആഘാതം നെഹ്റുവിന് നൽകിയിരുന്നു. പിന്നെ അതിനുശേഷം 2 വർഷത്തിന് ശേഷം നെഹ്റു മരണപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ചൈന ടിബറ്റിനെ ആക്രമിച്ച് അതിന്റെ ഭാഗമാക്കിയ വർഷം 1959 ആണ്. അപ്പൊ ഇതിനെതിരെ ടിബറ്റിൽ പ്രക്ഷോഭം ആരംഭിച്ചപ്പോ ചൈനീസ്, അല്ലെ, ആർമി അതിനെതിരെ ആക്രമണം നടത്തി. അപ്പോ ദലൈ ലാമ ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം നേടി. 1959 ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം നേടി. ഓക്കെ, അപ്പൊ പിന്നെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റ് ആക്രമണങ്ങൾ ഏതെല്ലാമാണ്, ഇന്ത്യയുമായിട്ട് മറ്റ് രാജ്യങ്ങൾ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ. 1965 പാകിസ്ഥാൻ പട്ടാളം നടത്തിയ ആക്രമണമാണ് റാൻ ഓഫ് കച്ചിലും അതേപോലെ തന്നെ കാശ്മീരിലും. അപ്പൊ അത് താഷ്കന്റ് കരാർ ഒപ്പിട്ട് അത് ഒഴിവാക്കി. 1966 ജനുവരിയിലാണ് താഷ്കന്റ് കരാർ. അപ്പൊ 65 ആക്രമണം ആലോചിച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ കരാർ. 1971 ഒരു യുദ്ധമുണ്ട്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, അല്ലെ. ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപീകരിക്കപ്പെട്ട ഒരു യുദ്ധമാണിത്. കിഴക്കൻ പാകിസ്ഥാൻ എന്നാണ് ബംഗ്ലാദേശ് പണ്ട് അറിയപ്പെട്ടിരുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് കിഴക്കൻ പാകിസ്ഥാൻ, പടിഞ്ഞാറൻ പാകിസ്ഥാൻ, ഇങ്ങനെ 2 പാകിസ്ഥാനാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ കിഴക്കൻ പാകിസ്ഥാനിലെ കയറിയിട്ട് പിന്നെ ഇന്ത്യൻ ആർമി കിഴക്കൻ, അതായത് ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് സഹായം നൽകി അവിടെ പുതിയൊരു രാഷ്ട്രം രൂപീകരിച്ച് നൽകി. അപ്പോ ഈ വർഷം 1971 ഡിസംബർ, ബംഗ്ലാദേശ് നിലവിൽ വന്ന വർഷവും 1971 ഡിസംബർ. ബംഗ്ലാദേശിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് മുജീബ് റഹ്മാൻ. അദ്ദേഹത്തിന്റെ മകളാണ് ഷെയ്ഖ് ഹസീന. ഷെയ്ഖ് ഹസീന ഇപ്പോ ബംഗ്ലാദേശ് നമ്മളോട് ഭയങ്കര സൗഹൃദ രാജ്യമായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടത്തിൽ. പക്ഷെ എന്ത് സംഭവിച്ചു? ഷെയ്ഖ് ഹസീനയെ അവിടുന്ന് ആട്ടിപ്പായിച്ചു. ഇപ്പൊ ഇന്ത്യയിൽ അഭയസ്ഥാനം, ഇന്ത്യയിലെ ഏതോ ബംഗ്ലാവിൽ ഷെയ്ഖ് ഹസീന ജീവിക്കുന്നുണ്ട്. ഓക്കെ, കാരണം ബംഗ്ലാദേശിലെ ഭരണമൊക്കെ മാറി. അപ്പൊ സിംല കരാർ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കരാറാണ് 1972 ജൂലൈ 3 സിംല കരാർ. അത് പഠിച്ചു വെക്കണം കേട്ടോ, ജൂലൈ 3 അടക്കം പഠിക്കണം. 1972 ജൂലൈ 3 സിംല കരാർ ഒപ്പുവെച്ചത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയും നമ്മുടെ ഇന്ദിരാഗാന്ധിയുമാണ് ഒപ്പുവെച്ചത്. പിന്നെ നമ്മുടെ ഇന്ത്യൻ വിദേശ നയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ് ഗുജറാൾ സിദ്ധാന്തം. ഐക്യ ഗുജറാൾ കൊണ്ടുവന്ന ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ നാഴികക്കല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന അയൽ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ നടത്തിപ്പിനെ സ്വാധീനിക്കുന്ന 5 തത്വങ്ങൾ. പഞ്ചശീല തത്വങ്ങൾക്ക് സമാനമായിട്ടുള്ള തത്വങ്ങൾ തന്നെയാണിത്. ഓക്കെ, അപ്പൊ ഓരോ ദക്ഷിണേഷ്യൻ രാജ്യത്തിന്റെയും ഭൂമിശാസ്ത്രപരമായ സമഗ്രതയും പരമാധികാരവും മാനിക്കുക. ദക്ഷിണേന്ത്യ എന്നല്ല, ദക്ഷിണേഷ്യൻ എന്ന് ചുരുക്കി പറഞ്ഞാൽ എന്താ, അല്ലെ, നമ്മുടെ ഇന്ത്യയും അയൽ രാജ്യങ്ങളും. അപ്പൊ അതിന്റെ സമഗ്രതയും പരമാധികാരം എല്ലാവരും മാനിക്കുക. രാജ്യത്തിന്റെ പ്രദേശം മറ്റൊരു പ്രദേശത്തെ ദ്രോഹിക്കാൻ ഉപയോഗിക്കുന്നത് നിരോധിക്കുക. ഒരു രാജ്യത്തിന്റെ പ്രദേശം മറ്റൊരു പ്രദേശത്തെ ദ്രോഹിക്കാൻ ഉപയോഗിക്കുന്നത് നിരോധിക്കുക. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്.
അമേരിക്കൻ എയർബേസുകൾ മിഡിൽ ഈസ്റ്റിൽ ഏകദേശം 19ഓളം എയർബേസുകൾ അവർക്കുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക യുദ്ധം നടത്താറ്. അപ്പോൾ പിന്നെ ഇപ്പോ ഖത്തറിനെ അല്ല ആക്രമിച്ചത്, ഖത്തറിലെ അമേരിക്കൻ എയർബേസിനെയാണ് ആക്രമിച്ചത്. അപ്പൊ ഇങ്ങനെ ഉപയോഗിക്കരുത് എന്നാണ് ഐക്യ ഗുജറാൾ പറയുന്നത്. വേറെ രാജ്യത്തെ ആക്രമിക്കാൻ ഇത് ഖത്തറാണ് ഉണ്ടെങ്കിൽ അമേരിക്ക അനുവാദം നൽകരുത്. പിന്നെ ആരാണ് ഉണ്ടെങ്കിൽ നമ്മളാണ് എങ്കിൽ പോലും വേറെ രാജ്യത്തെ ആക്രമിക്കാൻ മൂന്നാമത് രാജ്യത്തെ സഹായിക്കരുത്. മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര വ്യവഹാരങ്ങളിൽ ഇടപെടാതിരിക്കുക. സൗഹാർദ്ദപരമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ വഴി അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുക. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മാലിദ്വീപ്, നേപ്പാൾ, ശ്രീലങ്ക തുടങ്ങിയ അയൽ രാജ്യങ്ങളുമായിട്ട് വിശ്വാസ്യത പുലർത്തുക. ഇതാണ് ഐക്യ ഗുജറാളിന്റെ തത്വങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ബംഗ്ലാദേശ്, പക്ഷെ ഇത് പലപ്പോഴും നമ്മളിപ്പോ മാലിദ്വീപുമായിട്ടൊന്ന് ഇടഞ്ഞു, ബംഗ്ലാദേശുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്നു. ശ്രീലങ്കയിൽ ചൈന പിന്നെ പോർട്ട് പണിയുന്നു, അല്ലെ? അത്ര കണ്ട് നമ്മൾ ആ ഒരു വിശ്വാസ്യത വളർത്തിയെടുക്കാൻ നമ്മൾക്ക് കഴിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ വിദേശ നയത്തോടൊപ്പം ഫോറിൻ പോളിസിയോടൊപ്പം പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഡിപ്ലോമസി എന്ന് പറയുന്നത്. നയതന്ത്രം അല്ലെങ്കിൽ നയതന്ത്രജ്ഞത എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫോറിൻ പോളിസി, വിദേശ നയം പഠിച്ചു. ആ വിദേശ നയം നടത്തുന്നതിനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ രീതികളാണ് ഈ നയതന്ത്രം, ഡിപ്ലോമസി അല്ലെങ്കിൽ നയതന്ത്രജ്ഞത എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ രാജ്യത്തിന്റെ വിദേശ നയം രൂപപ്പെടുത്തുന്നതും അത് നടത്തുന്നതിനുള്ള ഒരു പ്രക്രിയയാണ് ഈ നയതന്ത്രം അല്ലെങ്കിൽ ഡിപ്ലോമസി എന്ന് അറിയപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ വിദേശ നയം രൂപപ്പെടുത്താനുള്ള മാർഗങ്ങളും നടത്തുന്നതിനുള്ള രീതികളുമാണ് ഡിപ്ലോമസി, നയതന്ത്രജ്ഞത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഫോറിൻ പോളിസി നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് ഫോറിൻ പോളിസി എന്ന്. അപ്പൊ ഈ വിദേശ നയം രൂപപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളും നടത്തുന്നതിനുള്ള രീതികളുമാണ് ഈ നയതന്ത്രജ്ഞത അല്ലെങ്കിൽ ഡിപ്ലോമസി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ചർച്ചകളിലൂടെയും മറ്റു രീതികളിലെയും എന്താ മറ്റു രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്രസെന്റേഷൻ ഉണ്ടാവും, അല്ലെ? ഓരോ രാജ്യത്തിന്റെ റെപ്രസെന്റേഷൻ മറ്റു രാജ്യങ്ങളിൽ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ചർച്ചകൾ, അതേപോലെ തന്നെ റെപ്രസെന്റേഷൻ, അങ്ങനെ ഒരു രാജ്യം തന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നതിനെയാണ് നയതന്ത്രം എന്ന് പറയുന്നത്. അതുകൂടി ഒന്ന് പഠിച്ചു നോക്കുക. ചർച്ചകളിലൂടെയും മറ്റു രീതികളിലൂടെയും ഒരു രാജ്യം തന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളെ കൈകാര്യം ചെയ്തു കൊണ്ടുപോകുന്നതിനെയാണ് നയതന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ചർച്ച ഇല്ലാതെ മറ്റു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, വശീകരണമുണ്ട്, ചൈനയൊക്കെ ചെയ്യുന്ന പോലെ. അല്ലാതെ പേടിപ്പെടുത്തുന്നുണ്ട്, അമേരിക്ക ചെയ്യുന്ന പോലെ. അങ്ങനെ പല രീതികളുണ്ട്. അപ്പൊ അങ്ങനെ തന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളെ കൈകാര്യം ചെയ്തു കൊണ്ടുപോകുന്ന രീതിയാണ് നയതന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ പ്രാതിനിധ്യത്തിലൂടെയും ചർച്ചകളിലൂടെയും ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായി ഇടപെടുന്നതിനെയും നയതന്ത്രജ്ഞത എന്ന് പറയാം. ഓക്കെ. അപ്പൊ നയതന്ത്രം എന്നാൽ സ്വതന്ത്ര രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഔദ്യോഗിക ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് പ്രയോഗിക്കുന്ന ബുദ്ധിപരമായ തന്ത്രങ്ങളാണ്. അല്ലെ? ഇത് ഓർത്തു വെക്കാൻ. ഔദ്യോഗിക ബന്ധങ്ങൾ, ബുദ്ധിപരമായ തന്ത്രങ്ങൾ, അല്ലെ? അങ്ങനെ ഒന്ന് ഓർത്തു വെച്ചൂടെ? അതേപോലെ തന്നെ സ്വതന്ത്ര രാഷ്ട്രങ്ങൾ. അപ്പോ സ്വതന്ത്ര രാഷ്ട്രങ്ങൾ, ഔദ്യോഗിക ബന്ധങ്ങൾ, ബുദ്ധിപരമായ തന്ത്രങ്ങൾ. നയതന്ത്രം എന്നാൽ എന്താ? സ്വതന്ത്ര രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഔദ്യോഗിക ബന്ധങ്ങൾ നിലനിർത്തും, ഒഫീഷ്യൽ റിലേഷൻഷിപ്പ്, അല്ലെ? ഔദ്യോഗിക ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് പ്രയോഗിക്കുന്ന ബുദ്ധിപരമായ തന്ത്രങ്ങളാണ്, അല്ലെ? അങ്ങനെ. ഇത് എന്തുകൊണ്ടാണ് ഒരു ഡിപ്ലോമസിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലൂടെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോ, അല്ലെ, ഡിപ്ലോമസി എന്താ നമുക്ക് അറിയാം, അത് പ്രയോഗിക്കുന്ന രീതികളാണ് വിദേശ നയം. അപ്പൊ ഇത് 2-3 രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും കുറച്ച് കറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എളുപ്പമായി. അതിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ ദേശീയ അധികാരത്തിന്റെ നാഷണൽ പവർ തലച്ചോറാണിത്. ഒരു രാഷ്ട്രത്തിന്റെ എല്ലാ അധികാര സ്രോതസ്സുകളും ഇത് ഒന്നിച്ചു കൊണ്ടുവരുന്നു. അപ്പൊ അന്താരാഷ്ട്ര പ്രതിസന്ധികൾ ഒഴിവാക്കാനും തെറ്റിദ്ധാരണകൾ കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നയതന്ത്രം എന്ന് പറഞ്ഞ വ്യക്തിയാണ് E.A. ജോൺസൺ. അതെങ്ങനെ നമ്മൾ ഓർത്തു വെക്കുക? ജോൺസൺ, അല്ലെ? ജോൺസന്റെ കൂടെ കേട്ടിട്ടുണ്ട് നിങ്ങൾ? പോപ്പി, അതേപോലെ തന്നെ ഇവിടെ ജോൺസൺ. അപ്പൊ ജോൺസന്റെ കൂടെ ഒരു പ്രതിസന്ധി ഒഴിവാക്കാനാണ്, മഴ എന്നുള്ള ഒരു പ്രതിസന്ധി, അല്ലെ? അപ്പോ അന്താരാഷ്ട്ര പ്രതിസന്ധികൾ ഒഴിവാക്കാനും തെറ്റിദ്ധാരണകൾ കുറയ്ക്കാനും, അല്ലെ? അപ്പൊ എന്താ പ്രതിസന്ധികൾ ജോൺസന്റെ കൂടെ പ്രതിസന്ധികൾ ഒഴിവാക്കാനാണ് നിങ്ങൾ പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ തെറ്റിദ്ധാരണകൾ കുറയ്ക്കാൻ. എന്താ തെറ്റിദ്ധാരണകൾ കുറയ്ക്കാൻ? ഈ പാർക്കിലൊക്കെ പോകുന്ന സമയത്ത്, അല്ലെ, കപ്പിൾസ് ഒക്കെ ചിലപ്പോൾ ഈ കൊടയൊക്കെ പിടിച്ചിരിക്കുന്നതാണ്. തെറ്റിദ്ധാരണകളൊക്കെ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനാണ്. അപ്പൊ തെറ്റിദ്ധാരണകൾ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് നയതന്ത്രം എന്ന് പറഞ്ഞത്. ജോൺസന്റെ കൂടെയൊക്കെ പറഞ്ഞത് ജോൺസനെ ഓർത്തു വെക്കാനാണ് കേട്ടോ. അപ്പൊ ദേശീയ താല്പര്യങ്ങൾ സമാധാനപരമായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതിനുള്ള മാർഗങ്ങളാണ് നയതന്ത്രം. മോർഗന്തോ, അല്ലെ? മോർഗന്തോ എന്ന് പറയുമ്പോൾ പിന്നെ
മുറിവുണ്ടോ എന്നൊക്കെ ചോദിക്കൂല ആരോടെങ്കിലും. അപ്പൊ ദേശീയ താല്പര്യങ്ങൾ സമാധാനപരമായിട്ട് പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ സമാധാനം അന്വേഷിക്കുകയാണ്, മുറിവുണ്ടോ. ദേശീയ താല്പര്യങ്ങൾ സമാധാനപരമായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതിനുള്ള മാർഗങ്ങളാണ് നയതന്ത്രം എന്നാണ് മോർഗന്തോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി ആരാണ് നയതന്ത്രജ്ഞൻ, ഡിപ്ലോമാറ്റ് ഇംഗ്ലീഷിൽ. അപ്പൊ തന്റെ രാഷ്ട്രം പ്രവർത്തിക്കുന്ന ആശയങ്ങളും ശക്തികളും താൻ പ്രവർത്തിക്കുന്ന രാഷ്ട്രത്തിന്റെ ആശയങ്ങളും തമ്മിലുള്ള പരസ്പര ക്രമീകരണത്തിന്റെ ഏജന്റാണ് നയതന്ത്രജ്ഞൻ. ഒന്നുമില്ല, ആദ്യം താൻ പ്രവർത്തിക്കുന്ന രാഷ്ട്രം ഉണ്ടാവും, പിന്നെ തന്റെ രാഷ്ട്രം ഉണ്ടാവും. അപ്പൊ ഇവര് തമ്മിലുള്ള അല്ലെ ഒരു കണ്ണി, ഒരു നയതന്ത്രജ്ഞൻ എപ്പോഴും തന്റെ രാജ്യത്തിന്റെ കണ്ണും കാതുമായി പ്രവർത്തിക്കുന്നു. അപ്പൊ നയതന്ത്രജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ രാഷ്ട്രം പ്രവർത്തിക്കുന്ന ആശയങ്ങളും താൻ പ്രവർത്തിക്കുന്ന രാഷ്ട്രത്തിന്റെ ആശയങ്ങളും തമ്മിലുള്ള പരസ്പര ക്രമീകരണത്തിന്റെ ഒരു ഏജന്റ് അല്ലെങ്കിൽ ഒരു കണ്ണിയാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവരുടെ പ്രധാന കടമകൾ എന്താ? വിദേശ രാജ്യത്തെ ഔദ്യോഗിക പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുക, സർക്കാരിന്റെ നയങ്ങൾ നടപ്പിലാക്കുക. ഇതൊക്കെ ഇപ്പൊ ഒറ്റവട്ടം വായിച്ചാൽ മതിട്ടോ, ഇതിലൊന്നും ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, അതൊക്കെ എന്തായാലും നമുക്ക് കിട്ടും. പ്രധാന സംഭവ വികാസങ്ങൾ ഗവൺമെന്റിനെ അറിയിക്കുക, അല്ലെ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അത് ഒഫീഷ്യലി ചാരപ്പണി എടുക്കരുത്. ഒഫീഷ്യലി അവിടുത്തെ നമ്മൾ അല്ലെ ഒരു രാജ്യത്താവുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ഏറ്റവും ഒഫീഷ്യലായിട്ട് നമുക്ക് അത് തന്റെ രാജ്യത്തെ അറിയിക്കണം. രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കുക. ഇങ്ങനെ രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കുക, ചില അല്ലെ നമ്മുടെ രാജ്യത്തിനെതിരായ സ്റ്റേറ്റ്മെന്റ് പല രാജ്യങ്ങളും പറയാറുണ്ട്. അപ്പൊ ആ സാഹചര്യത്തില് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ രാജ്യത്തിന്റെ പ്രതിനിധിയെ വിളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ വിയോജിപ്പ് ശക്തമായ ഭാഷയിലൊക്കെ രേഖപ്പെടുത്താറുണ്ട്. അപ്പൊ താല്പര്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ്. അതേപോലെ സംഭവങ്ങൾ, അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തുക. ഇപ്പൊ വിദേശകാര്യ മന്ത്രാലയം, കാര്യാലയം, എംബസികൾ, കോൺസുലേറ്റ്, പ്രത്യേക ദൗത്യം എന്നിവ വഴിയാണ് നയതന്ത്ര പ്രവർത്തനങ്ങൾ മുഖ്യമായും നടക്കുന്നത്. ഓക്കെ, വിദേശകാര്യാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുണ്ട്. എംബസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലെ നമ്മുടെ ഒരു നയതന്ത്ര പ്രതിനിധി, നയതന്ത്രജ്ഞൻ, ഏറ്റവും ഹയസ്റ്റ് നയതന്ത്രജ്ഞൻ ഇരിക്കുന്നതാണ് എംബസി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ റീജിയണൽ ഓഫീസ് ആകുമ്പോൾ അതിനെ കോൺസുലേറ്റ് എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഇതൊരു വിദേശകാര്യ പ്രതിനിധിയുടെ, ഡിപ്ലോമാറ്റിന്റെ അടിസ്ഥാന കടമയിൽ പെടാത്തത് ഏത്? 2022 വന്നതാണ്. അപ്പൊ എന്താണ് പെടാത്തതെന്ന് പറയുമ്പോൾ ഇത് സിമ്പിൾ ആണ്. ഇതിപ്പോ ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. വിദേശ രാജ്യത്തെ ഔദ്യോഗിക പ്രതിനിധിയായി പ്രവർത്തിക്കുക, ഓക്കെ ആണല്ലോ, കറക്റ്റ് ആണ്. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ചർച്ച നടത്തുക, അതും കറക്റ്റ് ആണ്. സ്വന്തം രാജ്യത്തിന്റെ ഉത്തമ താല്പര്യം സംരക്ഷിക്കുക, അതിനാണല്ലോ അവിടെ പോയിരിക്കുന്നത് അല്ലെ. പിന്നെ ഇത് ചോദ്യം ശ്രദ്ധിക്കണം നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത്. ഒരു വിദേശകാര്യ പ്രതിനിധിയുടെ അടിസ്ഥാന കടമയിൽ പെടുന്നത് ഏതെന്നല്ല, പെടാത്തത് ഏതെന്നാണ്. അത് കൃത്യമായിട്ട് പെട്ടെന്ന് ആ വെപ്രാളത്തിലേ നിങ്ങൾ വായിച്ചിട്ട് ആദ്യത്തെ പോയിന്റ് തന്നെ അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അത് എഴുതി പോവും. പെടുന്നതല്ല, പെടാത്തതാണ്. അപ്പൊ ഓപ്ഷനൊക്കെ ശരിക്കും വായിച്ചു നോക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ. രാഷ്ട്രീയവും സാംസ്കാരികവുമായ അധിനിവേശ പ്രവർത്തനങ്ങൾ നടത്തുക. അവിടെ പോയിട്ട് രാഷ്ട്രീയ അധിനിവേശ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ നിൽക്കരുത്, അതാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ അത് ഇദ്ദേഹത്തിന്റെ ഒരു കടമയിൽ പെടുന്നതല്ല എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഇദ്ദേഹത്തിന്റെ ധർമ്മങ്ങളാണ്, പണി. അപ്പൊ JR ചൈൽഡിന്റെ അഭിപ്രായ പ്രകാരം 4 ധർമ്മങ്ങളാണ് ഒരു ഡിപ്ലോമാറ്റിനുള്ളത്. ഒന്ന് പ്രാതിനിധ്യം, ഏറ്റവും പ്രധാനപ്പെട്ട, തന്നെയാണ് ഇതിന്റെ പണി അല്ലെ. ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയാണല്ലോ. താന്റെ ഗവൺമെന്റും താൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഗവൺമെന്റും തമ്മിലുള്ള കണ്ണിയാണ് ഇദ്ദേഹം. ഒരു നയതന്ത്രജ്ഞൻ എപ്പോഴും തന്റെ ഗവൺമെന്റിന്റെ നയങ്ങളും അഭിലാഷങ്ങളും പ്രതിനിധീകരിക്കുകയും അതേസമയം സാമൂഹികമായ പ്രതികരണങ്ങൾ, ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ എന്നീ അന്തർധാരകളെ കുറിച്ച് അറിവുള്ള വ്യക്തിയായിരിക്കണം. നല്ല അറിവാണ് കേട്ടോ. വെറുതെ ആലോചിക്കാൻ പറ്റാത്ത ഒരു അല്ലെ താൽക്കാലികമായിട്ടുള്ള ഒരു വ്യക്തിയൊന്നും കൊണ്ടുപോയിട്ട് നയതന്ത്ര പ്രതിനിധിയായിട്ട് വിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ എല്ലാ രാജ്യങ്ങളും ഇന്ത്യ മറ്റൊരു രാജ്യത്തിന്റെ അല്ലെ അഖണ്ഡതയിൽ, ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൽ ഇടപെട്ടതല്ല നമ്മുടെ വിദേശ നയം ബാക്കിയുള്ള രാജ്യങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. മറിച്ച് ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായിട്ട് പ്രിസൈസ് ആയിട്ട് ആ തീവ്രവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത് എന്ന് എല്ലാ രാജ്യങ്ങളെയും ബോധ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഈ അടുത്ത് ഓരോ ഡിപ്ലോമാറ്റ് സംഘത്തെ അല്ലെ നയതന്ത്ര സംഘത്തെ വിട്ടു ഓരോ രാജ്യങ്ങളും. ഇപ്പൊ അമേരിക്കയിലൊക്കെ ശശി തരൂരിന്റെ നേതൃത്വത്തിൽ അല്ലെ. അപ്പൊ എന്താ, നല്ല അറിവുകൾ വേണം അവിടേക്ക് പോയി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു നയതന്ത്രജ്ഞൻ എപ്പോഴും തന്റെ ഗവൺമെന്റിന്റെ നയങ്ങളും അഭിലാഷങ്ങളും പ്രതിനിധീകരിക്കുകയും അതേസമയം സാമൂഹികമായ പ്രതികരണങ്ങൾ, ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ എന്നീ അന്തർധാരകളെ കുറിച്ച് അറിവുള്ള വ്യക്തിയായിരിക്കണം. അപ്പൊ അമേരിക്കയിലെ നിലവിലെ സാഹചര്യം എന്താണ്, നമ്മൾ എന്തിനെയാണ് പ്രതിനിധീകരിച്ചാണ് പോകുന്നത്, അത് എങ്ങനെയാണ് വിശദീകരിക്കേണ്ടത്, നല്ല അറിവുള്ള വ്യക്തിയായിരിക്കണം. അപ്പൊ നയതന്ത്ര പ്രാതിനിധ്യം 3 തരത്തിലാണ്: പ്രതീകാത്മകം, നിയമപരം, രാഷ്ട്രീയപരം. അപ്പൊ ഈ നയതന്ത്ര പ്രവർത്തനങ്ങളുടെ പ്രതീകാത്മക പ്രവൃത്തിയാണ് ഈ നയതന്ത്രജ്ഞൻ എന്ന് പറയുന്നത്. അതെന്താ അങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് തോന്നിയോ? പ്രതീകാത്മക പ്രതിനിധി എന്നൊക്കെ പറയുന്നത് ഇതിന്റെ അർത്ഥം, അവിടെ നമ്മൾ ഒരു അമേരിക്കയിലെ ഒരു അംബാസഡറെ നിയോഗിച്ചു, അദ്ദേഹത്തിന് അവിടെ തോന്നിയ പോലെ
എന്ത് ചെയ്യാൻ പറ്റൂല, തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും പറ്റൂല. താൻ പ്രതിനിധീകരിക്കുന്ന സർക്കാരിന്റെ നിയമപരമായിട്ടുള്ള ഏജന്റ് ആണ്. അപ്പോ ഈ സർക്കാരിന്റെ നയങ്ങൾ എന്താണോ അതിനനുസരിച്ചാണ് അവിടെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പ്രതീകാത്മക പ്രതിനിധി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ തീരുമാനം സർക്കാരാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾക്ക് വൺസ് ഇത് പ്രവൃത്തി എടുത്തു കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള മൂല്യമുണ്ട്. തന്റെ രാജ്യത്തിന്റെ പേരിൽ അന്താരാഷ്ട്ര സമ്മേളനത്തിന് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാം. രാജ്യത്തിന്റെ വിദേശ നയം രൂപപ്പെടുന്നതിൽ അദ്ദേഹത്തിന്റെ സംഭാവന വലുതാണ്. ഇതൊക്കെ നമുക്കറിയാലേ, വിദേശ നയം രൂപപ്പെടുത്തുന്നതിൽ ആ രാജ്യത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതൊക്കെ നിരന്തരമായി റിപ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ പിന്നെ റിപ്പോർട്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് വിദേശ നയം രൂപപ്പെടുത്തുക. അപ്പൊ വിദേശ കാര്യാലയം വിദേശ നയത്തിന്റെ നാഡീകേന്ദ്രമാണെങ്കിൽ നയതന്ത്ര പ്രതിനിധികൾ ഈ നാഡീകേന്ദ്രത്തിനും പുറം ലോകത്തിനും ഇടയിലുള്ള സഞ്ചാരം നിലനിർത്തുന്നതിന്റെ പുറം നാരുകളാണ്. അതൊക്കെ കാവ്യാത്മകമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊക്കെ കുറച്ചൊരു ഇതൊക്കെ ഒന്ന് വായിച്ചു പോയാൽ തന്നെ ഇതൊക്കെ ഉത്തരം എഴുതാം. ഒരു രാജ്യവുമായുള്ള വിദേശ നയത്തിന്റെ വിജയവും പരാജയവും നയതന്ത്രജ്ഞന്റെ റിപ്പോർട്ടിന്റെ വിശ്വസ്തതയും വിധിന്യായത്തിന്റെ ദൃഢതയും ആശ്രയിച്ചിരിക്കുന്നു. ഇതാണ് വിദേശ നയത്തിന്റെ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു വിജയവും പരാജയവും ആ നയതന്ത്രജ്ഞന്റെ റിപ്പോർട്ടിന്റെ വിശ്വസ്തതയും വിധിന്യായത്തിന്റെ ദൃഢതയും. അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി അനുസരിച്ചാണ് ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഒന്ന് നമ്മുടെ പ്രതിനിധി എന്നുള്ള ഒരു ധർമ്മമാണ് അദ്ദേഹം ചെയ്യുന്നത്. രണ്ടാമത്തത് ചർച്ചകളാണ്. ചർച്ചകൾ അല്ലെ, എന്താ ചർച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയതന്ത്രജ്ഞർ എന്നാൽ ചർച്ച ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ വാച്യാർത്ഥത്തിൽ അർത്ഥം വരുന്നത്. വിട്ടുവീഴ്ചകളിലൂടെയും നേരിട്ടുള്ള വ്യക്തിപരമായ ഇടപെടലുകളിലൂടെയും ഉടമ്പടികൾ എത്തിച്ചേരുന്നതിനെയാണ് ചർച്ചകൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലെ, ഇപ്പൊ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ധാരാളം നയതന്ത്ര ചർച്ചകൾ നടക്കും. അത് നടത്തുന്ന ആൾക്കാരാണ് ഈ നയതന്ത്ര പ്രതിനിധികൾ എന്ന് പറയുന്നത്. അല്ലെ, അപ്പോ അതാണ് വിട്ടുവീഴ്ച. കുറെ വിട്ടുവീഴ്ചകൾ വേണ്ടി വരും ചില രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ. ഒന്ന് വ്യക്തിപരമായ ഇടപെടലുകളിലൂടെയൊക്കെ ഉടമ്പടികൾ എത്തിച്ചേരുന്നതിനാണ് ചർച്ചകൾ. അത് അവരുടെ മെയിൻ പണി അതാണ്. ഇതൊന്നും വായിച്ച് കോംപ്ലിക്കേറ്റഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. അതായത് ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളുടെയൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ പരീക്ഷയിൽ ഇതൊന്നും വായിച്ചിട്ടില്ല എങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഇത് ശരിയാണോ എന്നുള്ളൊരു തോന്നൽ പരീക്ഷയിൽ വരും. എന്നാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇതൊക്കെ കോമൺ സെൻസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. ഒരുപാട് സമയം ഇതിമ വായിച്ചു കളയരുത്. ഇത് വൺസ് വായിച്ചാൽ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് എത്തും. അതൊരു കോമൺ ആയിട്ടുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് സമയമൊന്നും ഇതിൽ കളയാൻ നിൽക്കരുത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ തന്നെ ആ വായിച്ചതിന്റെ ഒരു കോൺഫിഡൻസിൽ ഉത്തരം എഴുതാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഒരുപാട് പോയിന്റ് ഒന്നും കാണാൻ പഠിക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല. കാരണം അതെന്താ, നമ്മളുടെ ഒരു ബേസ് ഉണ്ട്. ഒരു +2 ഡിഗ്രി ഒക്കെ പഠിച്ചു കഴിയുന്ന സമയത്ത് നമ്മൾക്കൊരു നോർമൽ പേഴ്സൺ ഉണ്ടായി വരേണ്ട ഒരു ക്വാളിറ്റി, ഒരു ജനറൽ അവയർനെസ് ഒക്കെ ഉണ്ടല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വായിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് കയറുന്ന സംഭവങ്ങളാണ്. ഓക്കെ, അപ്പൊ അതിന് ആ രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി, വായിച്ചാൽ മതി. സമയം കുറെ കളയേണ്ട കാര്യമില്ല. അപ്പോൾ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് വൈവിധ്യമാർന്ന ഉഭയകക്ഷി ബഹുരാഷ്ട്ര കരാറുകൾ, കൺവെൻഷൻ, ഉടമ്പടികൾ, പ്രോട്ടോകോളുകൾ, രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സ്വഭാവമുള്ള മറ്റു രേഖകൾ എന്നിവ തയ്യാറാക്കുക എന്നതാണ് ഇവരുടെ ചുമതല. അപ്പോ ഉഭയകക്ഷി ചർച്ചകൾ ഉണ്ടാവും, കരാറുകൾ ഉണ്ടാവും, അല്ലെ, കൺവെൻഷൻ ഉടമ്പടികൾ ഉണ്ടാവും, പ്രോട്ടോകോളുകൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ എന്താ, ഈ സംഭവങ്ങളൊക്കെ പിന്നെ തയ്യാറാക്കുക, മറ്റു രേഖകൾ ഇതൊക്കെ തയ്യാറാക്കുക എന്നാണ് ഈ ഡിപ്ലോമാറ്റിന്റെ ഈ ചർച്ച ചെയ്തിട്ട് ഇതൊക്കെ തയ്യാറാക്കുക അവരുടെ ഒരു പണി. പൗരന്മാർക്കും ബിസിനസ്സുകാർക്കും ചില പ്രാദേശിക ഓർഗനൈസേഷനുകളിൽ പങ്കെടുക്കുന്നതിനോ സുരക്ഷാ ക്രമീകരണങ്ങളിലൂടെ കടന്നു പോകുന്നതിനോ വേണ്ട ക്രമീകരണങ്ങൾ നടത്താൻ നയതന്ത്രജ്ഞന്മാർ ചർച്ചയിലൂടെ ശ്രമിക്കുന്നു. ഇപ്പൊ ചില G7 ഉച്ചകോടിയൊക്കെ നടക്കുന്ന സമയത്ത് ചില രാജ്യങ്ങളുടെ അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളുടെയും ബിസിനസ്സുമാരും പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ അതിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പൗരന്മാർക്കും ബിസിനസ്സുകാർക്കും ഒക്കെ പ്രാദേശിക ഓർഗനൈസേഷനുകളിലും കൺവെൻഷനുകളിലൊക്കെ പങ്കെടുക്കുന്നതിന് അവരുടെ സുരക്ഷാ ക്രമീകരണങ്ങളിലൂടെ കടന്നു പോകുന്നതിനൊക്കെ വേണ്ട ക്രമീകരണങ്ങൾ നടത്തുന്ന പരിപാടിയൊക്കെ ഈ ഡിപ്ലോമാറ്റ്സ് ആണ് ചർച്ചയിലൂടെ. ഇന്ത്യയിൽ നിന്ന് ഇത്ര ഒരു സംഘം ഇതിലേക്ക് വരുന്നുണ്ട്. അതിൽ ഡിപ്ലോമാറ്റ്സിന് പുറമെ ഇന്ത്യയിലെ പ്രധാന ബിസിനസ്സുകാർ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ആ രാജ്യത്ത് ചർച്ച ചെയ്ത് തീരുമാനമാക്കുന്നത് ഇവരാണ്. ഓക്കെ, അപ്പൊ ചർച്ച പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ്. റിപ്പോർട്ട് ചെയ്യൽ. അപ്പൊ നിയുക്ത രാഷ്ട്രങ്ങളിലെ സംഭവ വികാസങ്ങൾ നയതന്ത്രജ്ഞർ അവരുടെ സർക്കാരുകൾക്ക് എല്ലാ മേഖലകളിലും റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ റിപ്പോർട്ടുകളാണ് വിദേശ നയ രൂപീകരണത്തെ സഹായിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഒരു രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇപ്പോ ഇന്ത്യ അമേരിക്കയിൽ നിയോഗിച്ച അംബാസഡർ അദ്ദേഹം ഇന്ത്യയിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനാൽ ഈ ഒരു നയതന്ത്രജ്ഞൻ നല്ല നിരീക്ഷണ പാഠവും വിവേചനാധികാരവും കൃത്യമായ വിവരണാത്മകതയുമുള്ള ആളായിരിക്കണം. അപ്പൊ എന്താ, നല്ല അറിവ് വേണം. കാരണം ആ രാജ്യത്ത് ഇങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ നയം കൃത്യമായി അറിയണം. എന്നിട്ട് ആ നയത്തിനനുസരിച്ചല്ല അല്ലെങ്കിൽ ആ നയത്തിനനുസരിച്ച് തന്നെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്നൊക്കെ കൃത്യമായി വിവരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നല്ല അറിവും നിരീക്ഷണ പാഠവും വേണം. പിന്നെ വിവേചനാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കാൻ നിൽക്കരുത്.
ഇന്ത്യയിലേക്ക്. അദ്ദേഹത്തിന് അവിടെ അംബാസഡർ ആയിട്ട് നിയമിച്ചിട്ടുണ്ട്. എപ്പോഴും നരേന്ദ്രമോദിനെയോ വിദേശകാര്യമന്ത്രിനെയോ അങ്ങനെ വിളിച്ച് വിളിച്ച് ചോദിക്കുന്ന പരിപാടി കുറെ കാര്യങ്ങളൊക്കെ, ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ഒരു ഗവൺമെന്റിന്, ഇന്ത്യൻ ഗവൺമെന്റിന്റെ നയത്തിനെ ഇത് പിന്നെ എതിരല്ല എന്നൊരു തോന്നലോ അറിവോ ഒക്കെ അദ്ദേഹത്തിന് വേണം. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കണം. അതാണ് വിവേചനാധികാരം എന്ന് പറയുന്നത്. പിന്നെ ഈ സംരക്ഷണം, അദ്ദേഹത്തിന് മറ്റൊരു ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഥമിക കടമ തങ്ങളുടെ രാജ്യത്തിന്റെയും വിദേശത്തുള്ള തങ്ങളുടെ പൗരന്മാരുടെയും താല്പര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ്. അപ്പൊ എന്താ, ഇന്ത്യൻ പൗരന്മാർ ഇപ്പൊ UAE-യിലും സൗദിയിലൊക്കെ പോയി കഴിഞ്ഞ ഒരുപാട് പൗരന്മാരുണ്ടല്ലേ. അപ്പൊ അവരുടെ പൗരന്മാരുടെ താല്പര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കണം. അതുകൊണ്ടാണ് ഈ ലേബർ ക്യാമ്പിലൊക്കെ ഇടയ്ക്കിടക്ക് നയതന്ത്ര പ്രതിനിധികൾ വന്നു പോകും. കാരണം എന്താ, ലേബർ ക്യാമ്പുകളിലൊക്കെ ആദ്യം സൗകര്യങ്ങൾ തീരെ ഉണ്ടായിരുന്നില്ല. ബാത്റൂമും മറ്റു ശമ്പളവും കിടക്കാനുള്ള സൗകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല, വെന്റിലേഷനും അതേപോലെ തന്നെ AC. അപ്പൊ ഇതിനൊക്കെ നിരന്തരം ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇതിലൊക്കെ മാറ്റം കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ തങ്ങളുടെ രാജ്യത്തിന്റെ അഭിമാനത്തിന് കോട്ടം തട്ടാതെ നോക്കേണ്ടത് ഇവരുടെ കടമയാണ്. ചർച്ചകൾ, പ്രാതിനിധ്യങ്ങൾ, ഉടമ്പടികൾ, എക്സിക്യൂട്ടീവ് കരാറുകൾ തുടങ്ങിയതിലൂടെയാണ് ഇവർ ഇത് നിറവേറ്റുന്നത്. അപ്പൊ എന്താ, ഇപ്പോ സൗദിയിൽ നമ്മുടെ ഇന്ത്യൻ പൗരന്മാർക്ക് ഇപ്പൊ ഈ ലേബർ ക്യാമ്പയിനെ ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിലെന്താ, അവർക്ക് സൗകര്യങ്ങളില്ല. അപ്പൊ അത് ചർച്ചകൾ നടത്തും, ഉടമ്പടികൾ ഉണ്ടാക്കും, കരാറുകളൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് അങ്ങനെയൊക്കെയാണ് അതൊക്കെ നമ്മളുടെ പൗരന്മാർക്ക് അവിടെ എത്തുന്നത്. അപ്പൊ അതിന്റെ പണിയും ഇവരുടെ തലയിലാണ് വരുന്നത്. ഇപ്പൊ ബിസിനസ്സുകാരും നാവികരും ഉൾപ്പെടെ അവരുടെ നിയുക്ത രാജ്യത്ത് താമസിക്കുന്നതോ യാത്ര ചെയ്യുന്നതോ ആയ സ്വന്തം രാജ്യത്തെ മറ്റെല്ലാ പൗരന്മാരും, ഇവർ മാത്രമല്ല ബിസിനസ്സുകാരും നാവികരും പൗരന്മാരും സഹായിക്കാനും സംരക്ഷിക്കാനും ശ്രമിക്കുന്നതിനുള്ള കടമ അവർക്കുണ്ട്. ഇപ്പൊ വേറെ രാജ്യത്തെ ബിസിനസ്സുകാർ, ഇപ്പൊ അദ്ദേഹത്തിന്റെ അല്ലെ, ഇപ്പൊ നമ്മുടെ പിന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ യൂസഫ് അലി മറ്റൊരു രാജ്യത്ത് ഇപ്പൊ അമേരിക്കയിൽ യൂസഫ് അലി ഒരു ബിസിനസ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ആരെങ്കിലും ഒക്കെ കാണണം, പിന്നെ സംസാരിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും മറ്റു സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ രാജ്യത്തെ അല്ലെ ബിസിനസ് വളർന്നാലേ നമ്മുടെ GDP വളരുള്ളൂ ആ ഒരു അർത്ഥത്തിൽ. അപ്പോൾ ഇതൊരു പ്രശ്ന സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഈ കടമ അത്ര എളുപ്പമല്ലാതാകുന്നു. അവിടെയുള്ള പൗരന്മാരുടെ ജീവിത സുരക്ഷയ്ക്കായി ക്രമീകരണങ്ങൾ ഒരുക്കുകയും അവരെ സുരക്ഷിത സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ട നടപടികൾ എടുക്കുകയും വേണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്ന സമയത്ത് ഇസ്രായേലിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഇന്ത്യൻ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് അവരെ ഇന്ത്യയിലേക്ക് മറ്റേ വിമാനത്തിൽ ഫ്രീ ആയിട്ട് കൊണ്ടുവന്നു. ഓക്കെ ആണല്ലോ, അതും ഇവരുടെ കടമയാണ്. അപ്പൊ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുക, അവരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്തേക്ക് മാറ്റുക, ഇങ്ങോട്ട് ഫ്ലൈറ്റ് റെഡിയാക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കങ്ങൾ നടത്തുക, അപ്പൊ അതുവരെ അവരെ താമസിപ്പിക്കുക. അങ്ങനത്തെ നടപടി സംഭവങ്ങളൊക്കെ നേതൃത്വം നൽകേണ്ടത് ഈ ഡിപ്ലോമാറ്റ്സ് ആണ്, നയതന്ത്രജ്ഞരാണ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ വിദേശത്ത് തങ്ങളുടെ പൗരന്മാർ നേരിടുന്ന വിവേചനപരമായിട്ടുള്ള പെരുമാറ്റത്തിനെതിരെ അവർ പ്രതിഷേധം രേഖപ്പെടുത്തുകയോ അപ്പീൽ ചെയ്യുകയോ ചെയ്യുന്നു. അപ്പോൾ വിദേശത്ത് അല്ലെ തങ്ങളുടെ പൗരന്മാർ നേരിടുന്ന വിവേചനപരമായിട്ടുള്ള പെരുമാറ്റത്തിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുകയോ അപ്പീൽ നടത്തുകയോ ചെയ്യുന്നു. അപ്പൊ ഇനി നമുക്ക് ഈ നയതന്ത്ര ഏജന്റുമാരെ ഒന്ന് വർഗീകരിക്കാം. ഒരു രാജ്യത്ത് ഏറ്റവും ടോപ്പ് ലെവലിലായിട്ടുള്ള ഡിപ്ലോമാറ്റ്സ്, നയതന്ത്രജ്ഞരാണ് അംബാസിഡർ, ഹൈ കമ്മീഷണർ, ലെഗേറ്റ് എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന് കീഴിൽ ഒരുപാട് ഓഫീസർമാരുണ്ടാവും കാര്യങ്ങൾ ചെയ്യാനും സംഭവങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഈ അംബാസിഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കാറ്റഗറി നയതന്ത്ര ഏജന്റുമാരാണ് അംബാസിഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ പൂർണ്ണമായും പരമാധികാര രാഷ്ട്രങ്ങളുടെ പ്രതിനിധികളാണ്. അപ്പൊ ഇന്ത്യൻ അംബാസിഡർ അമേരിക്കയിലുണ്ട്, UK-യിലുണ്ട്, ഫ്രാൻസിലുണ്ട്, ജർമ്മനിയിലുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഇന്ത്യയിലുണ്ട്. അപ്പൊ ഇവരാണ് അംബാസിഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഐക്യരാഷ്ട്രസഭയിലും ഉണ്ട് കേട്ടോ അംബാസിഡർ. ഓരോ രാജ്യത്തിനും ഐക്യരാഷ്ട്രസഭയിൽ ഒരു അംബാസിഡർ ഉണ്ട്, ഒരു രാജ്യത്തിന്റെ റെപ്രസെന്റേഷൻ. ഓക്കെ, അതാണ് ഈ അഞ്ചാമത്തെ പോയിന്റ്. ഇത് 1, 2, 3 പോയിന്റ് മാറിയതാണ്, ആ രീതിയിൽ മനസ്സിലാക്കുക. ഇനി എന്താണ് ഈ അംബാസിഡേഴ്സ്, ഹൈ കമ്മീഷണർ തമ്മിലുള്ള വ്യത്യാസം? അത് ചിലപ്പോൾ ഒരു ഡൗട്ടാണ്, ഒരു ചോദ്യം ചിലപ്പോൾ വരും. ഇപ്പോ കോമൺവെൽത്ത് രാജ്യങ്ങളുടെ പ്രതിനിധികളാണെന്നുണ്ടെങ്കിൽ രാജ്യങ്ങൾ നിയമിക്കുന്ന പ്രതിനിധികളാണ് ഹൈ കമ്മീഷണർമാർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യ ഒരു കോമൺവെൽത്ത് രാജ്യമാണ്, ബ്രിട്ടനും ഒരു കോമൺവെൽത്ത് രാജ്യമാണ്. അപ്പൊ ബ്രിട്ടനിൽ ഇന്ത്യ നിയമിക്കുന്ന ഡിപ്ലോമാറ്റ് ഹൈ കമ്മീഷണർ എന്നാണ് അറിയപ്പെടുക. എന്നാൽ USA-യിൽ, അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ അംബാസിഡർ എന്നാണ് അറിയപ്പെടുക. ഇനി മാർപ്പാപ്പ നിയമിക്കുമ്പോൾ അത് ലെഗേറ്റുകൾ എന്നും അറിയപ്പെടുന്നു. ഇനി അടുത്തൊരു വിഭാഗമാണ് പ്ലെനി പൊട്ടൻഷ്യറി മന്ത്രിമാരും അസാധാരണ ദൂതന്മാരും. മിനിസ്റ്റേഴ്സ്, പ്ലെനി പൊട്ടൻഷ്യറി ആൻഡ് എൻവോയ്സ് എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. ഒരു സെക്കൻഡ് കാറ്റഗറി നയതന്ത്ര ഏജന്റുമാരാണ്. അപ്പൊ ഇവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും കുറവാണ്. അപ്പോൾ ആദ്യ വിഭാഗത്തെ, അതായത് ഹൈ കമ്മീഷണർ, അംബാസിഡേഴ്സിനൊക്കെ അപേക്ഷിച്ച് ആനുകൂല്യങ്ങൾ കുറവാണ്. എന്നാലും ഇവർ പ്രത്യേക സാഹചര്യത്തിലൊക്കെ ഒരു നയതന്ത്ര കാര്യങ്ങൾ നയിക്കുന്ന വിഭാഗമാണ് സെക്കൻഡ് കാറ്റഗറി നയതന്ത്ര ഏജന്റുമാരാണ്. ഈ മൂന്നാമത് ചാർജ് ഡി അഫേഴ്സ്, അവസാന വിഭാഗത്തിൽ പെടുന്നതാണ്. ഇപ്പൊ രാഷ്ട്ര തലവന്മാരല്ല ഇവര് നിയമിക്കപ്പെടുന്നത്, ഇവരെ നിയമിക്കുന്നത് പ്രതിരോധ മന്ത്രിയല്ല. ഇത് മാറ്റണം കേട്ടോ, ഇത് പ്രതിരോധമല്ല, മാറി വന്നതാണത്. ഇത് വിദേശകാര്യ മന്ത്രിയാണ്. ചാർജ് ഡി അഫേഴ്സിനെ നിയമിക്കുന്നത് വിദേശകാര്യ മന്ത്രിയാണ് ഇവരെ നിയമിക്കുന്നതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഏറ്റവും ഒരു
ഇവര് മെയിൻ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബാസഡേഴ്സ്, ഹൈ കമ്മീഷണറുടെ ഒക്കെ സാന്നിധ്യത്തിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവരൊരു താൽക്കാലിക വിഭാഗമാണ് ചാർജ് ഡി അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി യുദ്ധത്തിലൂടെ അല്ലാതെ സമാധാനപരമായ ഉടമ്പടികളിലൂടെ വൈദേശിക ബന്ധം നിലനിർത്താൻ സഹായിക്കുന്ന ഉപാധിയാണ് നയതന്ത്രജ്ഞത. അല്ലെ, യുദ്ധം ഒക്കെ ഒരു പിന്നീടുള്ള ഒരു കേസാണ്. ആദ്യം സമാധാനപരമായ ഉടമ്പടിയിലൂടെ വൈദേശിക ബന്ധം നിലനിർത്താൻ സഹായിക്കുന്ന ഉപാധിയാണ് നയതന്ത്രജ്ഞത. പിന്നെ യുദ്ധഭീഷണിയൊക്കെ മുഴക്കും. അല്ലെ, ഞങ്ങള് കാര്യങ്ങൾ ശരിക്കും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അല്ലെ ചില യുദ്ധഭീഷണികളൊക്കെ മുഴക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അമേരിക്ക മുഴക്കാറുണ്ട്. അല്ലെ, അമേരിക്കയുടെ ഉദ്ദേശിക്കുന്ന രീതിയിലൂടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 ആഴ്ച സമയം തരും, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഭീഷണി. അപ്പൊ അനുനയിപ്പിക്കൽ, വിട്ടുവീഴ്ച, യുദ്ധഭീഷണി ഇതൊക്കെ നയതന്ത്രത്തിന്റെ രീതികളാണ് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ഇനി നയതന്ത്രജ്ഞരുടെ നിയമനവും അവരുടെ ടെർമിനേഷൻ. ടെർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്ത് നിന്ന് പിൻവലിക്കുന്നത്. അപ്പൊ നിയമനം, ഒരു രാഷ്ട്രം മറ്റൊരു രാജ്യത്തിന് ഒരു നയതന്ത്ര ഇങ്ങനെ നാമനിർദ്ദേശം ചെയ്യുന്നതിന് മുമ്പ് ആ രാജ്യത്തെ സർക്കാരുമായിട്ട് അനൗപചാരികമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തും. ഇദ്ദേഹത്തിന് ഇന്ന ആൾക്കാരൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്, പറ്റുമോ എന്നുള്ളതൊരു ഒഫീഷ്യൽ അല്ലാത്തൊരു ഒരു അന്വേഷണങ്ങൾ നടത്തും. ഓക്കെ. അപ്പൊ സ്വീകരിക്കാൻ രാജ്യം തയ്യാറാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തേക്കുള്ള അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഈ കുഴപ്പമില്ല, ഇന്ന ആൾ കുഴപ്പമില്ല എന്ന് ആ രാജ്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ നമ്മൾ തന്ത്രജ്ഞനായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പൊ വിദേശ രാജ്യത്തിന്റെ അംഗീകാരത്തിന് കരാർ എന്നും അത് നിർണ്ണയിക്കുന്നതിനുള്ള നടപടിക്രമത്തെ അഗ്രിഷൻ എന്നും വിളിക്കുന്നു. എന്നാൽ നിർദ്ദിഷ്ട നയതന്ത്രജ്ഞനെ സ്വീകരിക്കാൻ ഒരു രാജ്യം എല്ലായ്പ്പോഴും ബാധ്യസ്ഥനല്ല. അതുകൂടി ശ്രദ്ധിക്കണം. അല്ലെ, ഒരു പിന്നെ ഇന്ന ആളെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇതാണ് അവിടുത്തെ നയതന്ത്രജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കേണ്ട ഒരു ബാധ്യതയല്ല. ആ രാജ്യത്തിനും കൂടി പറ്റി കഴിഞ്ഞാല് നമ്മൾ അവിടെ നിയമനം നടത്തൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ഇനി അടുത്തത്, പിന്നെ ഒരു പ്രത്യേക നയതന്ത്രജ്ഞനെ സ്വീകരിക്കാൻ ഒരു രാജ്യം വിസമ്മതിച്ചാൽ അത്തരം അസ്വീകാരനായ നയതന്ത്രജ്ഞനെ പേഴ്സണൽ നോൺ ഗ്രാറ്റ, പേഴ്സോണ നോൺ ഗ്രാറ്റ, അതും കൂടി ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. പേഴ്സോണ നോൺ ഗ്രാറ്റ, അല്ലെ, നോ ഗ്രാൻ, അവിടെ എൻട്രി ഇല്ല, ഗ്രാറ്റ അല്ലെ, ആ ഒരു രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി. പേഴ്സൺ അവിടെ എൻട്രി ഇല്ല, നോ ഗ്രാറ്റ, ഗ്രാൻഡ് അനുമതി ഇല്ല എന്നുള്ള അർത്ഥത്തിൽ പേഴ്സൺ നോൺ ഗ്രാൻഡ്, അവിടെ ആ രീതിയിൽ പഠിച്ചു വെക്കുക. അപ്പൊ തന്റെ സ്ഥാന നിർണയത്തിന്റെ ഔപചാരിക പ്രഖ്യാപനത്തിന് ശേഷം നയതന്ത്രജ്ഞൻ, അല്ലെ, ഇപ്പൊ ഒരു സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ഇന്ത്യൻ ഫോറിൻ സർവീസിലേക്ക് കിട്ടിയവരാണ് ഈ ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥരായിട്ട് പോകുന്നത്. അപ്പോൾ തന്റെ സ്ഥാനനിർണയത്തിന്റെ ഔപചാരിക പ്രഖ്യാപനത്തിന് ശേഷം നയതന്ത്രജ്ഞൻ സ്വന്തം രാജ്യത്തെ തലസ്ഥാനത്ത് വിദേശകാര്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങളുമായി പരിചയപ്പെടും കുറച്ചു കാലം. അപ്പോൾ വിദേശകാര്യമന്ത്രി, മറ്റു ഉദ്യോഗസ്ഥർ, താൻ നിയമിക്കപ്പെട്ട രാജ്യത്തു നിന്നുള്ള നയതന്ത്രജ്ഞർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ഇതൊക്കെയാണ് ഇവര് കുറച്ച് സമയം ചെലവഴിക്കുന്ന കാര്യങ്ങൾ. കാരണം എന്താ, വിദേശകാര്യമന്ത്രിയായിട്ട് കൃത്യമായിട്ട് ഒരു ചർച്ചകൾ നടത്തണം. പിന്നെ മറ്റു ഉദ്യോഗസ്ഥർ, താൻ നിയമിക്കപ്പെട്ട രാജ്യത്തു നിന്നുള്ള നയതന്ത്രജ്ഞർ ഇവിടെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ ആയിട്ട് ഒന്ന് കൂടിക്കാഴ്ച നടത്തും. പിന്നീട് നിയുക്ത രാജ്യത്ത് എത്തുന്നു. അവിടെ എത്തുമ്പോൾ അദ്ദേഹം അവിടുത്തെ വിദേശകാര്യമന്ത്രിയുമായി ബന്ധപ്പെടുകയും അവിടുത്തെ രാഷ്ട്ര തലവനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനുള്ള ഏർപ്പാടുകൾ നടത്തുകയും ചെയ്യുന്നു. തുടർന്നൊരു ഔപചാരിക ചടങ്ങില് അദ്ദേഹവും രാഷ്ട്രതലവനും ഒരു ഔപചാരിക പ്രസംഗം നടത്തുന്നു. പ്രസംഗങ്ങളുടെ പകർപ്പുകൾ സാധാരണയായി മുൻകൂട്ടി കൈമാറാറുണ്ട്. ഈ ചടങ്ങിന് ശേഷം നയതന്ത്രജ്ഞന്റെ നിയമനം പൂർത്തിയാകുന്നു. ഇങ്ങനെയാണ് നിയമനം എന്ന് പറയുന്നത്. വലിയ അല്ലെ, സീനൊന്നുമില്ല. പേഴ്സൺ നോൺ ഗ്രാറ്റ, കരാർ, അഗ്രിഷൻ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇനി ടെർമിനേഷൻ. ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൽ നിന്നും ഇവരെ ടെർമിനേറ്റ് ചെയ്യാൻ, തിരിച്ചു വിളിക്കാനുള്ള കാരണമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, നിയുക്ത രാജ്യവുമായി ബന്ധപ്പെട്ട മാതൃരാജ്യത്തിന്റെ നയങ്ങളുമായി പൊരുത്തപ്പെടാൻ പറ്റാതെ വന്നാൽ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും. സ്ഥാനത്ത് നിന്നും രാജിവെക്കണമെന്നോ മറ്റു രാജ്യത്തേക്ക് സ്ഥലം മാറ്റണമെന്നോ നയതന്ത്രജ്ഞൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, അപ്പൊ എനിക്കിവിടെ രാജിവെച്ച് പോകണം, വേറെ രാജ്യത്തേക്ക് സ്ഥലം മാറ്റണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, തന്റെ മാതൃരാജ്യത്തിന്റെയും നിയുക്ത രാജ്യത്തിന്റെയും ആശയ വ്യത്യാസങ്ങളോ സമ്മർദ്ദങ്ങളോ കാരണം ഒരു ദൗത്യം അവസാനിപ്പിക്കുകയോ നിർത്തിവെക്കുകയോ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ രണ്ട് രാഷ്ട്രങ്ങൾ അല്ലെ, ചില പ്രത്യേക സാഹചര്യത്തിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ വന്നിട്ട് പിന്നെ അത് നിർത്തിവെച്ചു, അവർ തമ്മിലുള്ള ഡിപ്ലോമസി നിർത്തിവെച്ചു, നയതന്ത്രജ്ഞത നിർത്തിവെച്ചു, ആ സാഹചര്യത്തിൽ തിരിച്ചു പോരും. നിയുക്ത രാജ്യത്തെ സർക്കാർ ജനപ്രീതി ഇല്ലാത്തതിനാൽ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെട്ടാൽ, അപ്പൊ ഈ വ്യക്തിക്ക് നിയുക്ത രാജ്യത്ത് ഒരു ജനപ്രീതി ഇല്ല, അങ്ങനത്തെ സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ തിരിച്ചു വിളിക്കണം എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും ഇദ്ദേഹം അവിടുന്ന് ടെർമിനേറ്റ് ചെയ്ത് ഇങ്ങോട്ട് പോരും. ചില സമയങ്ങളിൽ നയതന്ത്രജ്ഞൻ നിയുക്ത രാജ്യത്ത് സ്വീകാര്യനല്ലാതെ ആകുകയും ആ രാജ്യത്തെ സർക്കാർ അദ്ദേഹത്തെ പിരിച്ചുവിടുകയും സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്താ, ചില രാജ്യത്ത് അല്ലെ അദ്ദേഹം ചെയ്യുന്നത് കാര്യങ്ങൾ ഇദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടൊന്നും ഒരു വ്യക്തത കിട്ടുന്നില്ല പല കാര്യങ്ങൾക്കും. പിന്നെ ഇദ്ദേഹത്തിന്റെ യാത്രകളൊക്കെ സംശയാസ്പദമാണ്. അപ്പൊ അങ്ങനെ സ്വീകാര്യനല്ലാതെ ആവും ചില സമയങ്ങളിൽ നിയുക്ത രാജ്യത്ത്. അപ്പൊ ആ രാജ്യത്തെ സർക്കാർ അദ്ദേഹത്തെ പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കുകയോ ചെയ്യുന്നു. അപ്പൊ യുദ്ധം, ചാരപ്രവർത്തനം, തന്ത്രപരമായ സൈനിക രഹസ്യങ്ങൾ മാതൃരാജ്യത്ത് ചോർത്തുക എന്നീ സമയങ്ങളിലാണ് ഇത് സാധാരണ സംഭവിക്കാറുള്ളത്. ഓക്കെ, സ്വീകാര്യന അല്ലാതാകുക ഇങ്ങനെ ചാരപ്പണി എടുക്കാൻ നിൽക്കുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുക.
ഇനി നയതന്ത്രജ്ഞരുടെ അവകാശങ്ങളും പ്രതിരോധങ്ങളുമാണ്. ഇവർക്ക് കുറച്ച് അവകാശങ്ങളുണ്ട്, സാധാരണക്കാരെ പോലെയൊന്നുമല്ല. ഈ ഡിപ്ലോമാറ്റുകൾക്ക് ധാരാളം അവകാശങ്ങളുണ്ട്. ഇവരുടെ അവകാശങ്ങൾ, നയതന്ത്രജ്ഞരും അവരുടെ കുടുംബങ്ങളും അവരുടെ ദൗത്യത്തിലെ അംഗങ്ങളും വ്യക്തിപരമായി അലംഘനീയരാണ്. അലംഘനീയരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ തോന്നുന്ന പോലെ ആ രാജ്യത്തെ നിയമങ്ങളൊന്നും ഇവരിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റൂല. ഇവർക്ക് കുറച്ച് പ്രൊട്ടക്ഷൻ ഉണ്ട്, അതാണ് അലംഘനീയരാണ് എന്നൊക്കെ പറയുന്നത്. സാധാരണയായി അവർ പ്രത്യക്ഷ നികുതി, കസ്റ്റം തീരുവ മുതലായവയിൽ നിന്നുള്ള ഇളവ് ആസ്വദിക്കുന്നുണ്ട്. നല്ലൊരു അല്ലെ, ഒരു നിധി അടക്കേണ്ട, കസ്റ്റംസ് തീരുവ അടക്കേണ്ട. മാത്രമല്ല, നിങ്ങൾ സിവിൽ സർവീസ് ഒക്കെ എഴുതിയിട്ട് IFS ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ, ഫോറിൻ സർവീസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ സാലറി അല്ല, ആ രാജ്യത്തെ ജീവിത ചെലവുകൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഓരോ രാജ്യം. ഇപ്പൊ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളാണ് ഉണ്ടെങ്കിൽ സാലറി ഒക്കെ ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അതിനനുസരിച്ചാണ് നമ്മളുടെ സാലറി ഒക്കെ വരിക. അപ്പൊ അതിൽ തന്നെ പ്രത്യക്ഷ നിധി, കസ്റ്റം തീരുവ എന്നൊക്കെ ഇളവുണ്ട്. അപ്പൊ നയതന്ത്രജ്ഞരുടെ മെയിൽ, കത്തിടപാടുകൾ തുടങ്ങിയ വിനിമയ മാർഗങ്ങൾ അലംഘനീയമാണ്. അവർക്ക് സ്വകാര്യതയ്ക്ക് അർഹത ഉണ്ട് ഈ കാര്യത്തിൽ. അപ്പൊ അവരുടെ മെയിൽ ഇപ്പൊ നയതന്ത്രജ്ഞരാണ് എന്ന് എഴുതിയിട്ട് കത്തിടപാടുകളും മറ്റു കാര്യങ്ങളൊക്കെ അല്ലെ, പിന്നെ അവർക്ക് സ്വകാര്യതക്ക് അത് ബാക്കിയുള്ളവരോട് കാണിക്കാൻ വേണ്ട, അതിലൊരു സ്വകാര്യത അവർക്കുണ്ട്. സിവിൽ ക്രിമിനൽ അധികാര പരിധിയിൽ നിന്ന് അവർക്ക് ഇളവ് ലഭിക്കുന്നു. അപ്പൊ ആ രാജ്യത്തെ, ഇപ്പോ UAE-യിലാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ നയതന്ത്രജ്ഞൻ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ നിയമം ഇവർക്ക് ബാധകമല്ല. അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അവർ നിയമിതരായ രാജ്യത്തെ സർക്കാർ അവരുടെ ആഭ്യന്തര സർക്കാരുകളോട് അവരവരുടെ നയതന്ത്രജ്ഞരെ വിചാരണക്കോ ശരിയായ നടപടിക്കോ വേണ്ടിയിട്ട് തിരിച്ചു വിളിക്കാൻ അഭ്യർത്ഥിക്കും. അതായത് ആ രാജ്യത്തെ നിയമം ഇവർക്ക് ബാധകമല്ല, അതുകൊണ്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വിളിച്ചിട്ട് ഇവർക്ക് വിചാരണ നടത്തണം എന്നൊക്കെ ആവശ്യപ്പെടാറുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ക്രിമിനൽ അധികാര പരിധിയിൽ നിന്ന് ദേവയാനി കൊബ്രഗേഡ എന്ന് പറയുന്ന ഒരു IFS കാരി ഉണ്ടായിരുന്നു. അപ്പൊ ഈ പുള്ളിക്കാരത്തി അവിടെ ജോലിക്ക് ഒരു ഇന്ത്യക്കാരിയെ നിർത്തി. അപ്പൊ അമേരിക്കയിൽ ഒരു മിനിമം വേജ് ആക്ട് ഉണ്ട്. അപ്പൊ അത്രയും പൈസ അവിടുത്തെ ആളുകാർക്ക് കൊടുക്കണം. പുള്ളിക്കാരത്തി അത് പറഞ്ഞു, പക്ഷെ യഥാർത്ഥത്തിൽ അത്രയും കൊടുത്തിരുന്നില്ല. അപ്പൊ അത് ഭയങ്കര പ്രശ്നമായി. ആദ്യം അത് കേസ് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി, കൈവിലങ്ങ് അണിയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ അവരെ ദേഹപരിശോധന, നഗ്നമായിട്ടും ദേഹപരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇന്ത്യ ഇതിനെ ശക്തമായി പ്രതികരിച്ചു. കാരണം എന്താ, ആ രാജ്യത്തിന്റെ നിയമം ഇവർക്ക് ബാധകമല്ല. അപ്പൊ അവരെ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ശക്തമായി പ്രതികരിച്ചു. അമേരിക്കൻ എംബസിയുടെ പ്രൊട്ടക്ഷൻ ഒക്കെ എടുത്തു കളഞ്ഞു. ആ സാഹചര്യങ്ങളിലേക്ക് വന്ന സമയത്ത് ഒരു പിന്നെ ഇവരെ തിരിച്ചു വിളിക്കുന്ന ഒരു പ്രത്യേക ആക്ട് ഒക്കെ പാസ്സാക്കിയിട്ട് ഇവരെ ഇങ്ങോട്ട് കോടതി താൽക്കാലികമായിട്ട് എടുത്ത നടപടികളൊക്കെ റദ്ദ് ചെയ്യിക്കേണ്ട ഒരു സാഹചര്യം അമേരിക്കയിൽ നിലവിൽ വന്നു. എന്നിട്ട് അവരെ ഇന്ത്യയിലേക്ക് തിരിച്ചു വിളിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മുടെ ജൂലിയൻ അസാൻജ് എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയുണ്ട്. അമേരിക്ക വിക്കിലീക്സിലൂടെ അമേരിക്കയുടെ സൈനിക രഹസ്യങ്ങളൊക്കെ ചോർത്തിയ വ്യക്തിയാണ്. അപ്പൊ ഇവിടെ ഈ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് സംരക്ഷണം നൽകിയത് ഇക്വഡോർ എംബസിയാണ്. അദ്ദേഹം UK-യിലായിരുന്നു. അപ്പോൾ ഇക്വഡോർ എംബസിയിൽ അഭയം പ്രാപിച്ചു. എംബസിന്റെ ഉള്ളിൽ കയറിയിട്ട് UK പോലീസിന് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശമില്ല. അപ്പോൾ അങ്ങനെ ഒരു 7 വർഷത്തോളം അദ്ദേഹം ഈ എംബസിയിൽ ഉണ്ടായിരുന്നു. അതാണ് ഒരു നയതന്ത്രജ്ഞൻ അല്ലെങ്കിൽ ഈ നയതന്ത്രജ്ഞ ഓഫീസിന്റെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമോ നയതന്ത്ര ബന്ധം വിച്ഛേദിക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നയതന്ത്രജ്ഞർക്ക് സുരക്ഷിതമായിട്ട് സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങി വരാമെന്ന് ഉറപ്പ് നൽകുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് രണ്ട് രാജ്യം തമ്മിൽ യുദ്ധം പ്രഖ്യാപിച്ചു, ഇന്ത്യയും പാകിസ്ഥാനും. അപ്പൊ ആ സാഹചര്യത്തിൽ ഈ നയതന്ത്രജ്ഞരെ പിടിച്ച് ജയിലിൽ ഇടാൻ പറ്റൂല, മറിച്ച് രണ്ട് രാജ്യത്തെയും നയതന്ത്രജ്ഞർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മടങ്ങി പോവാം. ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ഇത് അവരുടെ അവകാശമാണ്. ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ മൂന്നാം സൗഹൃദ രാജ്യങ്ങളിലൂടെ കടന്നു പോകാൻ അവർക്ക് അലംഘനീയമായ അവകാശമുണ്ട്. അപ്പോൾ വേറെ രാജ്യത്തിലൂടെയൊക്കെ പോകാൻ ഇവർക്ക് പ്രത്യേക സൗകര്യങ്ങളും അവകാശങ്ങളും ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. ഇനി പലതരം തന്ത്രങ്ങളാണ്. ഒന്ന് സ്വകാര്യ നയതന്ത്രം, സീക്രട്ട് ഡിപ്ലോമസി. രണ്ടാമത്തത് ഓപ്പൺ ഡെമോക്രാറ്റിക് ഡിപ്ലോമസി, തുറന്ന ജനാധിപത്യ നയതന്ത്രം. മൂന്നാമത്തേത് ഡിപ്ലോമസി ബൈ കോൺഫറൻസ് വഴിയുള്ള നയതന്ത്രം. നാലാമത്തേത് പേഴ്സണൽ ഡിപ്ലോമസി, വ്യക്തിപരമായ നയതന്ത്രം. സ്വകാര്യ നയതന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സീക്രട്ട് ഡിപ്ലോമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ, അതും കൂടി ഒന്ന് നോക്കണേ. എംബസികളുടെ പരിസരം അല്ലെങ്കിൽ കെട്ടിടങ്ങൾ, അവയിലെ ഉപകരണങ്ങൾ, ആർക്കൈവുകൾ മുതലായവ നയതന്ത്രജ്ഞർ പ്രതിനിധീകരിക്കുന്ന രാജ്യങ്ങളുടെ സ്വത്തായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ ജൂലിയൻ അസാൻജിനെ അവിടെ ഇക്വഡോറിൽ നിന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. കാരണം എന്താ, അവിടെ ഇക്വഡോറിന്റെ നിയമമാണ്, അല്ലാതെ ഈ രാജ്യത്തിന്റെ ബ്രിട്ടന്റെ നിയമം അവിടെ പോസിബിൾ അല്ല. ഇനി ഇത് പലതരം നയതന്ത്രങ്ങളൊന്ന് വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വകാര്യ നയതന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
രഹസ്യമായിട്ട് ഡിപ്ലോമാറ്റുകളെ മറ്റു രാജ്യത്തിലേക്ക് അയക്കുകയും സ്വകാര്യമായിട്ട് നയതന്ത്രം നടത്തുകയും ചെയ്യും. അപ്പൊ അതിനൊരു ഉദാഹരണമാണ് പെഗാസസ് സോഫ്റ്റ്വെയർ. ഇസ്രായേലുമായിട്ട് വളരെ സീക്രട്ട് ആയിട്ടാണ് ഇന്ത്യ അതിൽ ചർച്ച നടത്തുകയും ഇന്ത്യ ഗവൺമെന്റ് അത് വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവസാനം നമ്മുടെ പ്രതിപക്ഷ നേതാക്കളുടെ ഫോണിലേക്കൊക്കെ അത് ഇട്ട് കൊടുക്കുന്ന അവസരം ഉണ്ടായി. അപ്പൊ കോടതിയിലാണ്. പിന്നീടാണ് രണ്ടാമത്തെ ഡെമോക്രാറ്റിക് ഡിപ്ലോമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ തുറന്ന ഓപ്പൺ ഓപ്പൺ ആയിട്ട് നമ്മൾ ഈ കാണുന്ന അല്ലെ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ വളരെ ഓപ്പൺ ആയിട്ട് പാർലമെന്റും എല്ലാവരും അറിയുന്ന നയതന്ത്രമാണ് ഓപ്പൺ നയതന്ത്രം എന്ന് പറയുന്നത്. ഡിപ്ലോമസി ബൈ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ രാജ്യങ്ങൾ തമ്മിൽ ഇരുന്നുകൊണ്ട് നയതന്ത്രം നടത്തുന്നതിനെയാണ് ഡിപ്ലോമസി ബൈ കോൺഫറൻസ് എന്ന് പറയുന്നത്. പേഴ്സണൽ ഡിപ്ലോമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ പോയിട്ട് നയതന്ത്രജ്ഞനായിട്ട് പിന്നെ ഒരു ഫോറിൻ പോളിസി നടപ്പിലാക്കുന്നതാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നയതന്ത്രം, പേഴ്സണൽ ഡിപ്ലോമസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ വീണ്ടും പറയുന്നു, ശരിക്കും ഉഷാറായിട്ട് പഠിക്കുക. പിന്നെ നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ അല്ലെ. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.